കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസ്തുതാപാലനം ഹ്യേതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. എന്തൊന്നില്ലാത്ത മഹാഭാഗ്യം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകള് വർണ്ണിക്കുന്ന ഭാഗവതത്തിന്റെ മുന്നിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. ഭഗവാന്റെ എന്തൊന്നില്ലാത്ത അനുഗ്രഹമില്ലാതെ ഒരു ജീവാത്മാവിനും ഭാഗവതത്തിന്റെ മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അനവധി ജന്മങ്ങളിൽ ചെയ്ത കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഭാഗവതം കേൾക്കാനായിട്ട് സാധിക്കൂ. ശ്രീ ശുക ബ്രഹ്മർഷിയുടെ മുന്നിലിരുന്ന് പരീക്ഷിത് മഹാരാജാവ് അടക്കം പറയുന്നു, ഈ ഭാഗവതത്തിന്റെ മുന്നിൽ ഗുരുനാഥനായ അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി, ശ്രീ ശുക ബ്രഹ്മർഷിയുടെ വാക്ക് കേൾക്കാൻ വേണ്ടി ഞാനിതാ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോ ഞാൻ ചെയ്തതായിരിക്കുന്ന പുണ്യമായിരിക്കില്ല, എന്റെ കാരണവന്മാരായിരിക്കുന്ന പാണ്ഡവര് ചെയ്തതായിരിക്കുന്ന പുണ്യമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുലത്തിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം എനിക്കിതാ ഇപ്പോ ഈ ഭാഗവതം സാധിക്കണത്. ഇതേപോലെ നമ്മളും ഇതാ ഇപ്പോ എല്ലാവിധ ഭൗതിക സുഖസൗകര്യങ്ങളും അനുഭവിച്ച് അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം ചെറിയായിട്ട് പഠിച്ചു, നന്നായിട്ട് പഠിച്ച് അച്ഛനമ്മമാർക്കൊക്കെ തോന്നി കുട്ടികൾക്ക് ഇവിടുന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അവര് പഠിച്ചതിനനുസരിച്ചുള്ള ശമ്പളമൊന്നും ചിലപ്പോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യട്ടെ, അവർക്ക് എവിടെ പോയി കഴിഞ്ഞാലാണോ ഏറ്റവും നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക, അവിടേക്ക് അവരൊക്കെ എത്തിച്ചേരട്ടെ എന്നുള്ള തന്റെ രക്ഷിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഓരോ ജീവാത്മാക്കളും തന്റെ സുഖസൗകര്യങ്ങളും തനിക്ക് ഭഗവാൻ അനുവദിച്ചതായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് താൻ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങൾ അങ്ങനെ ചെയ്ത് എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നുണ്ട് തന്റെ കുട്ടികൾ എന്ന് തോന്നുമ്പോ വീട്ടിലിരുന്നു കൊണ്ട് നാട്ടിലിരുന്നു കൊണ്ട് ആ രക്ഷിതാക്കൾ സന്തോഷിക്കുന്നു. രക്ഷിതാക്കൾക്ക് സന്തോഷത്തിനെ പ്രദാനം ചെയ്യലാണ് ഏതൊരു കുട്ടികളുടെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയതായിരിക്കുന്ന കാര്യം എന്ന് പറയും. ഇങ്ങനെ എല്ലാവർക്കും പരമമായിരിക്കുന്ന ആനന്ദത്തിനെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നുണ്ട് വെച്ചാൽ അതിന്റെ കാരണം ചിലപ്പോ നമ്മൾ ചെയ്തതായിരിക്കുന്ന പുണ്യായിരിക്കില്ല. നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നതായിരിക്കുന്ന അച്ഛനമ്മമാര് അവര് രാവിലെ നേരത്തെ നമ്മളെ എഴുന്നേൽപ്പിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ ക്ഷേത്രത്തിലുള്ള ദേവീ ദേവന്മാരെ നമ്മൾ നന്നായിട്ട് ഉപാസിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ അറിയാതെ ഒന്നും ചിലപ്പോ കണ്ണ് തുറന്നുണ്ടാവും. ആ ഭഗവാൻ കണ്ണ് തുറന്നതോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോ നമുക്ക് എല്ലാവിധ സുഖസൗകര്യത്തിനെയും ഭഗവാൻ പ്രദാനം ചെയ്യുന്നത്. ഇതേപോലെ പിതൃക്കൾ ചെയ്തതായിരിക്കുന്ന പുണ്യം എനിക്കും ഇപ്പോ ഭാഗവതം കേൾക്കാനായിട്ട് ഈ സദസ്സിൽ വന്നിരിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോ ഇത്രയൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ടോ, ഭാഗവതം കേൾക്കാനുള്ള പുണ്യം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പറയാൻ പറ്റില്ല. പൈതൃശ്വസേയ പ്രീത്യർത്ഥം പിതൃക്കള്
നമ്മളൊക്കെ കാരണവന്മാരായിരിക്കുന്ന ആളുകള് അനവധി കാലം ചിലപ്പോ ഭഗവാൻ ഉപാസിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് മാത്രമാണ് കുറച്ചു നേരം തന്നെങ്കിലും അല്ലെ സപ്താഹയജ്ഞത്തിലേക്ക് വരണം എന്നുണ്ടെച്ചാൽ തന്നെ സാധിക്കില്ല. അഥവാ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ തന്നെ ഭഗവാനിലേക്ക് മനസ്സർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം സാധിക്കില്ല. പല ആൾക്കാരും ശരീരമൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് വെക്കും. അവിടെ അവരുടെ മനസ്സ് എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഓരോ സ്ഥലത്തായിരിക്കും. ആ മനസ്സും കൂടി ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ സാധിക്കണം എന്ന് വെച്ചാൽ അത്രയധികം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതായിരിക്കുന്ന ഒരു ജീവാത്മാവിന് മാത്രമേ മനസ്സ് ഏകാഗ്രമായി ഭഗവാനിലേക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സ് എവിടെ ഇരിക്കണു എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം. അതാണ് ഉപനിഷത്തുകള് വർണ്ണിക്കും, മന ഏവ ശൃണോതി മനഃപശ്യതി. മനസ്സുകൊണ്ട് കാണണം, മനസ്സുകൊണ്ട് കേൾക്കാനായിട്ട് സാധിക്കണം. ആ മനസ്സിൽ സാക്ഷാൽ ഭഗവാൻ അങ്ങനെ വന്നിരുന്ന് ഭാഗവതം കേൾക്കുമ്പോ അപ്പോഴാണ് നമുക്കിത് ആനന്ദത ഉണ്ടാവുക. അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാൻ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും ആനന്ദത്തിന് പ്രദാനം ചെയ്യാനായി കൃഷ്ണനായി ഈ ലോകത്ത് അവതരിച്ചു. ബാലചരിതാനിച ശംതമാനി. ഭഗവാന്റെ ബാലലീലകളെ ശ്രീകൃഷ്ണ ഭഗവാൻ കവന്ന് വീണ് മുട്ടുകുത്തി നടന്ന് ഓരോ ഗോപസ്ത്രീകളുടെയും വീട്ടിലേക്ക് പോയി അവര് വെച്ചതായിട്ടൊക്കെ ഭഗവാൻ എടുത്ത് കഴിക്കുമ്പോ ഭഗവാൻ ഈ വെണ്ണ വേണ്ടിയിട്ടാണോ ആലോചിച്ച് നോക്കൂ, പാല് വേണ്ടിയിട്ടാണോ? രാജാവിന്റെ മകനാണ് സാക്ഷാൽ ഭഗവാൻ. നന്ദഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 9 ലക്ഷം പശുക്കളുള്ള ആളെയാണ് നന്ദഗോപുരം എന്ന് പറയും. 9 ലക്ഷം പശുക്കളുള്ള ഒരാളുടെ മകനായിട്ട് ജനിച്ച് കുറച്ച് പാല് കഴിക്കാൻ, കുറച്ച് വെണ്ണ കഴിക്കാൻ വേറെ ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂലേ? അതിന്റെ ആവശ്യമില്ല. ഭഗവാൻ ഇപ്പോ ഓരോ ഗോപസ്ത്രീകളുടെ വീട്ടിലേക്ക് കയറിപ്പോയി വെണ്ണ എടുക്കുന്നുണ്ട് വെച്ചാൽ, പാലെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ വെണ്ണയല്ല ഭഗവാൻ കട്ടെടുക്കണത്. ഹൃദയമഭിമുഷിത്വ. അവിടെയുള്ള സകല ആളുകളുടെയും ഹൃദയത്തിനെയാണ് ഭഗവാൻ എപ്പോഴും തന്നിലേക്ക് ആക്കി മാറ്റുന്നത്. അല്ലേ? ആ ഹൃദയത്തിലേക്ക് ആക്കി മാറ്റുന്നത്. അതാണ് ഭഗവാൻ ഒരു പ്രത്യേക യോഗം. എന്താണ് ഈ കള്ളന്മാര് എങ്ങനെയാണോ അല്ലെ ചൗര്യം എന്ന് പറയും, ചൗര്യയോഗം എന്ന് പറയും. കള്ളന്മാര് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാലോ, നമ്മളെ വീടിന്റെ അടുത്തൊരു കള്ളൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ആരെയാ ചിന്തിക്കുക? ആ കള്ളനെ എന്നെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും. ഇതേപോലെ കട്ടെടുക്കണ ശീലം കൂടി ആ നാട്ടിലുള്ള ആൾക്കാർക്ക് മുഴുവനും ഇപ്പോ മനസ്സിൽ കൃഷ്ണൻ തന്നെയാണ് ഓർക്കാനായിട്ട് ഹൃദയമഭിമുഷിത്വ. ലോകത്തുള്ള ആളുകളുടെ മുഴുവനും ഹൃദയത്തില് ഭഗവാൻ ഇങ്ങനെ വസിക്കാനായിട്ട് പുറപ്പെടുന്നു. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകളെ കേൾക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് അവർക്ക് ശാന്തി ഉണ്ടാവുന്നത്, സമാധാനത്തിനെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളെ 4 തരത്തിലാണ് വർണ്ണിക്കുക. ഒന്ന് ഗോകുല ലീലകള്, അതാണ് നമുക്ക് നേരത്തെ കേൾക്കാനായിട്ട് സാധിച്ചത്. പിന്നീടാണ് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേരുന്നത്. 2ാമത്തെ ലീലയാണ് വൃന്ദാവന ലീലകള്. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ലീലകളെ മധുര ലീലകള് എന്ന് പറയും. മധുരയിൽ വെച്ച് ഭഗവാൻ നടത്തിയതായ ഓരോ ലീലകള്. പിന്നീടുള്ളതാണ് ഭഗവാന്റെ ദ്വാരകാ ലീലകള്. അങ്ങനെ 4 തരത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെ വർണ്ണിക്കുക. ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേരും. ഗോകുലത്തിൽ വെച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് അവരാ ഒരു തീരുമാനത്തിലെത്തിയത്രേ. പൂതനാനേന നീതാന്തം. കൃഷ്ണൻ അവതരിച്ചതോടുകൂടി പൂതന എന്ന പേരായിട്ട് ഒരു രാക്ഷസി ഇവിടേക്ക് കയറി വന്നില്ലേ. എന്തോ മഹാഭാഗ്യത്തിന് ആ രാക്ഷസിയുടെ അടുത്തുനിന്ന് ഭഗവാൻ രാക്ഷസിയൊക്കെ പാടെ പൂതനയൊക്കെ മരിച്ച് വീണതോടുകൂടി എന്തോ ഭാഗ്യത്തിന് ഈ പൂതനയുടെ ശവശരീരത്തിന്റെ മുകളിലാണ് കൃഷ്ണൻ കിടക്കണം. കൃഷ്ണന്റെ താഴത്തായിരുന്നു വെച്ചാലോ പിന്നെ കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ. മാത്രമല്ല ശകടാസുരൻ കയറി വന്നു. എത്രയെത്ര രാക്ഷസന്മാരാ ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് താമസിക്കുന്ന സ്ഥലം ഒന്ന് മാറുക നല്ലത് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് യാത്രയാവണം. വൃന്ദാവനം ഗോവർദ്ധനം യമുനാ പുളിനാനിച്ച വീക്ഷ്യാസീതുത്തമാ പ്രീതി രാമമാധവയോ
ശ്രീകൃഷ്ണ ഭഗവാൻ കൂട്ടുകാരോട് കൂടിയിട്ട് വൃന്ദാവനത്തിലൂടെ അങ്ങനെ നടന്ന് ഗോവർദ്ധന പർവ്വതം ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്ന ത്രിമൂർത്തികള് വൃന്ദാവനത്തിന് ആവിർഭവിക്കുന്നുണ്ട്. അത് വിഷ്ണു സംബന്ധമായിരിക്കുന്ന പർവ്വതമാണ് ഗോവർദ്ധന പർവ്വതം. പിന്നീട് ശൈവ സംബന്ധമായിരിക്കുന്ന പർവ്വതം, അതേപോലെ ബ്രഹ്മാവിനോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പർവ്വതം. ഒന്ന് നന്ദഗോപുര് താമസിക്കുന്നത്, മറ്റൊന്ന് രാധാദേവി താമസിക്കുന്നതായിരിക്കുന്ന പർവ്വതം, പിന്നീടാണ് ഗോവർദ്ധന പർവ്വതം. ഇങ്ങനെ ഗോവർദ്ധന പർവ്വതമൊക്കെ ഭഗവാൻ അങ്ങനെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുത്ത് നടക്കുന്നതിന്റെ ഇടയിലാണ് ഗോവർദ്ധനത്തിന്റെ മുകളിൽ നിന്ന് ഒരു ശിഖരം താഴത്ത് വീണുപോയതാണോ എന്ന് തോന്നുമാറ് വലിയതായിരിക്കുന്ന ഒരു കൊക്കിന്റെ സ്വരൂപത്തില് ഒരു അസുരൻ അവിടെ കിടക്കുന്നുണ്ട്. കൊക്കിനെ കണ്ടതോട് കൂടിയിട്ട് ഭഗവാൻ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഈ ബകാസുരന് ഭഗവാനെ കണ്ടപ്പോ ഭഗവാനെ ഒന്നിച്ചകത്തേക്ക് ആക്കണം തോന്നിത്രേ. ചിലർക്കാക്കാൻ അങ്ങനെയാണ്. കൃഷ്ണനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ കൃഷ്ണന്റെ ഉള്ളിലുള്ള എല്ലാവിധ ഐശ്വര്യം കൂടി എന്റേതാവണേ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് വെച്ചാൽ ഇപ്പൊ ഭഗവാനെ ഒന്നിച്ച് ഈ കൊക്ക് വിഴുങ്ങിയതോടുകൂടി, ബകാസുരൻ വിഴുങ്ങിയതോടുകൂടി തീക്ഷ്ണതുണ്ടോഗ്രസംഹി എപ്രകാരമാണോ ഒരു ചുടുഗോളത്തിനെ വിഴുങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ, അതേപോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോ താഴത്തേക്ക് ഇറക്കാനും പറ്റുന്നില്ല, പുറത്തേക്ക് ആക്കാനും പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഭഗവാൻ വന്ന് ആ കൊക്കിനെ, ബകാസുരന്റെ രണ്ടു കൊക്കും കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറിയിത്രേ. എരുവിലിട നടക്കും മംഗമാർക്കൂറകക്കും മല ചുമക്കും ഭഗവാൻ തൊടുപുഴ മരുവീടും കൃഷ്ണനെ കൈ തൊടുന്നേൻ. തൊടുപുഴ പോയി കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാ നിൽക്കണത് ചോദിച്ചാൽ ഈ ബകാസുരന് മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്ന ആ ബകാരിയായിക്കൊണ്ടാണ് സാക്ഷാൽ ഭഗവാൻ എല്ലാവരെയും ഇത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബകാസുരന് ഭഗവാൻ മോക്ഷത്തിനെ പ്രദാനം ചെയ്തു. കൂട്ടുകാരോട് കൂടിയിട്ട് കളിയൊക്കെ കഴിഞ്ഞ് തന്റെ ഗൃഹത്തിലേക്ക്, ഗോകുലത്തിലേക്ക് അങ്ങനെ നടന്നു വരുന്നതോടുകൂടി അവരെല്ലാവരും രാവിലെ മുതല് ഭഗവാനോട് കൂടിയിട്ട് കളിച്ചതായിരിക്കുന്ന ഓരോ കളികളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തന്റെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചതാ വീണത്. നാവിന്ദൻ ഭവവേദനം. ഇങ്ങനെ എപ്പോഴും ഭഗവാനോട് കൂടിയിട്ട് കളിക്കാൻ സാധിച്ചതായ ആ ഗോകുലവാസികൾക്ക് നാവിന്ദൻ ഭവവേദനം, ഈ ലോകത്തിൽ നിന്നും വരുന്നതായിരിക്കുന്ന ഒരു ദുഃഖവും അവരെ ബാധിച്ചില്ല. എപ്പോഴും ഭഗവാനെ തന്നെ ഇങ്ങനെ ചിന്തിച്ച് കൃഷ്ണന്റെ അടുത്ത് അങ്ങനെ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടിയിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്ന ആ ഗോകുലവാസികള് ഒരു ദുഃഖവും ജീവിതത്തിൽ അറിഞ്ഞില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അച്ഛന്റെ അടുത്ത്, നന്ദഗോപന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഇനി ഞാൻ കളിക്കാനായിട്ട് പോണ സമയത്ത് ഈ കുട്ടികളെ മാത്രമല്ല കേട്ടോ, പശുക്കുട്ടികളെ മാത്രമല്ല, പശുക്കളെയും കൂടി കൊണ്ടുപോകാനുള്ള ഒരു അനുവാദം തരണേ എന്ന് പറഞ്ഞ് രാവിലെ നേരത്തെ എണ്ണീറ്റ് ശ്രീകൃഷ്ണ ഭഗവാൻ കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛന്റെ അടുത്ത്, നന്ദഗോപന്റെ അടുത്ത് വന്ന് നിന്ന് ഇപ്പോ ഒരു പീഠം വെച്ച് ഭഗവാൻ പീഠത്തിന്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് അച്ഛനെ നന്ദഗോപരെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇപ്പൊ അച്ഛനാണോ കൂടുതൽ വലിപ്പം, എനിക്കാണോ കൂടുതൽ വലിപ്പം ചോദിച്ചു. അതെന്താ ഉണ്ണി നീ അങ്ങനെ പറയണത്? എനിക്ക് തന്നെയാണ് കൂടുതൽ വലിപ്പം എന്ന് പറഞ്ഞ, അതെന്താ നീ അങ്ങനെ പറയണത് ചോദിച്ചു. അതെന്താ ചോദിച്ചാൽ ഈ ബലരാമേട്ടന്റെ കൂടെ ഞാൻ കാട്ടിൽ കളിക്കാൻ പോണ സമയത്ത് ഏട്ടൻ വലിയ കേമനാണ് എന്നുള്ള രീതിയിൽ എന്നോടൊക്കെ ഓരോ ജോലിയൊക്കെ പറയാണ്. ഇനിയിപ്പൊ ഞാൻ ഏട്ടനെക്കാട്ടിലും വലുതായില്ലേ, ഞാൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ ഏട്ടന്റെ പേരെ പറയുള്ളൂ, പിന്നെ ഇങ്ങോട്ടു വായോ ബലരാമ എന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ. ഞാൻ ഏട്ടന്റെ പേരെ വിളിച്ചു. അത്രത്തോളം വലുതായില്ലേ പറഞ്ഞ പശുക്കുട്ടികളെ മാത്രമല്ല പശുക്കളെയും കൂടി കൊണ്ടുപോകാനുള്ള അനുവാദം തരണേ എന്ന് പറഞ്ഞ ഭഗവാൻ പശുക്കളോടുകൂടി, പശുക്കുട്ടികളോട് കൂടിയിട്ട് കാട്ടിലേതാ എത്തിച്ചേർന്നു. അവിടെ എത്തി ഉച്ചയൊക്കെ ആയതോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ നടന്ന് അപ്പൊ കൂട്ടുകാര് പറയുന്നുണ്ട്, കൃഷ്ണ ഈ വഴി നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ, ഇതൊരു പുതിയ വഴിയാ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ അവരെല്ലാവരും കൂടി ഇപ്പോ നടന്നു പോണത് അഘാസുരൻ എന്ന് പേരായിരിക്കുന്ന വലിയ പെരുമ്പാമ്പിന്റെ നാവിന്റെ മുൾക്കൂടി അത്രയും നടന്നു പോണത്. കൃഷ്ണനും കൂടി അങ്ങോട്ട് ഇറങ്ങിയെന്ന് മനസ്സിലായപ്പോ ആ അഘാസുരൻ വായ അടച്ചു. ഭഗവാൻ ശരീരത്തിനെ വലുതാക്കി. അങ്ങനെ അഘാസുരന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന തേജസ് ഭഗവാനിലേക്ക് ലയിക്കുന്നത് കണ്ടപ്പോ ബ്രഹ്മാവ് വന്ന്
ആലോചിച്ചു അത്ര എത്രയൊക്കെ കേമാണോ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യം. എന്നാൽ മറ്റുള്ള ലീലകളും കൂടി കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയായതോടുകൂടി ഭഗവാൻ കൂട്ടുകാരോട് പറഞ്ഞു, കുട്ടികളെ എല്ലാവരും അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ അമ്മമാര് തന്നതായിരിക്കുന്ന ചോറിന്റെ പൊതിയൊക്കെ എല്ലാവരോടും തുറന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചെറിയ കുട്ടികളെയൊക്കെ ആദ്യ ഒരു വൃത്തത്തിലെത്തി, കുറച്ചും കൂടി വലിപ്പമുള്ള കുട്ടികളെ അതിന്റെ പിന്നില് വേറൊരു വൃത്തത്തിലിരുത്തി, കുറച്ചും കൂടി വലിപ്പമുള്ള കുട്ടികളെ അതിന്റെ പിന്നില് വേറൊരു വൃത്തത്തിലിരുത്തി. നേരെ നടുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാന്ന് അമ്മ തന്നതായിരിക്കുന്ന ചോറിന്റെ ആ പൊതിയൊക്കെ തുറന്നു നോക്കി. വലിയതായിരിക്കുന്ന ഒരു ഉരുള, ആ ഉരുള ഭഗവാൻ എടുത്ത് ഇടത്തെ കൈയിലേക്ക് എടുത്തു വെച്ചു അത്ര ആദ്യം. പിന്നെ നോക്കിയ സമയത്ത് അതിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആ ഉരുളയുടെ 4 ഭാഗത്തേക്ക് എടുത്തു വെച്ചു. പിന്നെ നോക്കിയപ്പോ കുറെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ട് അത്രേ, അതൊക്കെ എടുത്ത് തദ്ഫലന്യങ്കുലീഷു വിരലിന്റെ ഇടയിലേക്ക് ആക്കി മാറ്റി. പിന്നെ കൈപ്പങ്ങ കൊണ്ടാട്ടമൊക്കെ ഉണ്ട്, അതിന്റെ കുഴിയൊക്കെ മാറ്റി മോതിരം പോലെ ഭഗവാൻ ഇടത്തെ കയ്യില് മോതിരായിട്ട് എടുത്തതാ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ കടിച്ച് കഴിക്കാനായിട്ട് പുറപ്പെട്ടപ്പോ കുട്ടികളൊക്കെ ചോദിച്ചു, കൃഷ്ണ അങ്ങനെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, കടിച്ചു കഴിക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ പറയാം, എന്നിട്ട് എന്താ നീ ഇങ്ങനെ കഴിക്കണത് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നമ്മൾ വീട്ടിൽ നിന്നല്ലല്ലോ ഭക്ഷണം കഴിക്കണത്, കാട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കണത്, കാട്ടിയിലെ രാജാവു നമ്മൾ തന്നെ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി പറഞ്ഞ ഉച്ചലില്ലാതെ വറ്റില്ലാതെ ഗോപപാലന്മാരുടെ ഇടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരാളങ്ങനെ മുകളിൽ നിന്ന് നോക്കി നിൽക്കുന്നത്. ബ്രഹ്മാവിന് ഭഗവാന്റെ ഈ ലീലകൾ കണ്ട സമയത്ത് അത്ഭുതമായി, ഇത്രയൊക്കെ കേമാണോ കൃഷ്ണന്റെ ലീലകള്. എന്നാൽ മറ്റുള്ളതും കൂടി കാണണം എന്നുള്ള രീതിയിൽ ഭഗവാന്റെ പശുക്കളെയും പശുക്കുട്ടികളെയും ബ്രഹ്മാവ് തന്റെ മായ കൊണ്ടതാ മറച്ചു. ആരൊക്കെയാണോ ബ്രഹ്മാവ് മറച്ചത്, ഭഗവാൻ തന്റെ ശരീരത്തിൽ നിന്ന് അവരായിട്ടതാ തീർന്നു. ബ്രഹ്മാവ് മറച്ചതായിരിക്കുന്ന പശുക്കളായിട്ട് മാറി, പശുക്കുട്ടികളായിട്ട് മാറി. ബ്രഹ്മാവ് ഭഗവാനെ കാണാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് താൻ മറച്ചതായിരിക്കുന്ന പശുക്കളോടും പശുക്കുട്ടികളോടും കൂടിയിട്ട് കളിക്കുന്നതായിരിക്കുന്ന ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ബ്രഹ്മാവുത വീണതാ നമസ്കരിച്ചു. ഭഗവാൻ നോക്കിയിത്ര ഇതെന്താ ഒരാൾ ഇങ്ങനെ മലന്ന് നമസ്കരിക്കുന്നത്. ബ്രഹ്മാവിന് 4 ശിരസ, എങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞിട്ടാലും 3 ശിരസ് മുകളിലുണ്ടാവും. അപ്പൊ ബ്രഹ്മാവ് എഴുന്നേറ്റു, പിന്നെ അടുത്ത ശിരസ് കൊണ്ട് വീട് നമസ്കരിച്ചു. അപ്പോഴും 3 ശിരസ് മുകളിൽ നിൽക്കണുണ്ട്. ഭഗവാൻ ഒന്ന് നോക്കി, ഇങ്ങനെയാണോ നമസ്കരിക്കുക, ഒന്നും കൂടി എഴുന്നേറ്റു. ബ്രഹ്മാവ് താൻ ചെയ്തതായിരിക്കുന്ന തെറ്റ് അത് പൊറുക്കണേ എന്നുള്ള രീതിയിൽ 8 കണ്ണുകളിൽ നിന്ന് ആ കണ്ണുനീരത ഒലിപ്പിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളെ നന്നായിട്ട് കഴുകി എഴുന്നേറ്റ് നിന്ന് ബ്രഹ്മാവ് ഭഗവാനെ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് വെച്ചാൽ ഭഗവാനെ അങ്ങതാ പൊറുക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ്ടും നമസ്കരിച്ചു. പൂർണ്ണ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളുടെ ഉദരത്തിലിരുന്ന് ചിലപ്പോ കുട്ടികൾ 5 മാസവും 6 മാസവും ഒക്കെ ആവുമ്പോൾ എന്ത് ചെയ്യും, അവർ തന്റെ കാലുകൊണ്ട് അമ്മയുടെ ആ വയറിനിങ്ങനെ ചവിട്ടൂത്രേ. പ്രസവിക്കുക കഴിഞ്ഞിട്ട് വെച്ചാൽ ഏതെങ്കിലും അമ്മമാര് പറയ പതിവുണ്ടോ, നീ വയറിന്റെ ഉള്ളിൽ ഇരുന്ന് ഈ കാലുകൊണ്ടല്ലേ ചവിട്ടിയത്, തട്ടേ 2 എന്നുള്ളത് ഒരമ്മമാരും പറയില്ല. ഇതേപോലെ ഭഗവാനെ അങ്ങയുടെ ഉദരമാവുന്ന ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതൊക്കെ പൊറുക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ വീണ്ടുതാ നമസ്കരിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് ബ്രഹ്മാവ് പറഞ്ഞു, അഹോ ഭാഗ്യം നന്ദഗോപൗരചൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. പരിപൂർണ ബ്രഹ്മമായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂട്ടത്തില് കളിക്കാനായിട്ട് സാധിച്ച വൃന്ദാവനത്തിലെ ഗോപപാലന്മാരല്ലേ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവര്. ഭഗവാന്റെ പാദസ്പർശമേൽക്കാനായിട്ട് സാധിച്ച വൃന്ദാവനത്തിലെ മണൽത്തരികളല്ലേ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ മണൽത്തരികളെ വീണ്ടും നമസ്കരിക്കാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ചാരി നിൽക്കാൻ സാധിച്ചതായിരിക്കുന്ന വൃന്ദാവനത്തിലെ മരങ്ങളല്ലേ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത് എന്ന് പറഞ്ഞ ആ മരങ്ങളെ ബ്രഹ്മാവ് വീണ്ടും നമസ്കരിക്കണം. എങ്ങനെ ഭഗവാൻ പാല് കുടിക്കാനായിട്ട് സാധിച്ച, ചിലപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ദാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പശുവിന്റെ അടുത്തിൽ പോയിട്ട് ഭഗവാൻ വേഗം പാല് കുടിക്കും. അങ്ങനെ ഭഗവാൻ പാല് കുടിച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആ പശുക്കുട്ടി ഭഗവാൻ ഏത് പശുവിൽ നിന്നാണോ പാല് കുടിച്ചത് അതേ പശുവിന്റെ അകത്ത് നിന്ന് പാല് കുടിക്കാൻ വേണ്ടി അനവധി പശുക്കുട്ടികൾ അങ്ങനെ കാത്തിരിക്കും. ഇങ്ങനെ ഭഗവാൻ കടിച്ച പാലിന്റെ ബാക്കി കഴിക്കാൻ സാധിച്ചതായ ഈ വൃന്ദാവനത്തിലെ പശുക്കുട്ടികളല്ലേ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത് എന്ന് പറഞ്ഞ് സത്യലോകത്ത് നിന്ന് ബ്രഹ്മാവ് ഈ വൃന്ദാവനത്തിൽ വന്ന് വൃന്ദാവനത്തിലെ ഭഗവത് പാദങ്ങൾ തട്ടിയതായ ഓരോ മണൽത്തരികളെയും
പ്രത്യേകമായിട്ട് വീണങ്ങനെ നമസ്കരിച്ചു. ഭഗവാനൊന്നും നോക്കിയത്രേ ബ്രഹ്മാവിന്റെ മുഖത്തേക്ക്. ബ്രഹ്മാവ് അവിടെ നിന്ന് എഴുന്നേറ്റതാ യാത്രയായി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് കാളിന്തി നദിയുടെ തീരത്ത് എത്തിച്ചേർന്നത്. അവിടെ വലിയതായിരിക്കുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ കയറിപ്പോയി. കാളിന്തിയിൽ നിന്നും വരുന്നതായിരിക്കുന്ന വിഷക്കാറ്റേറ്റ് ഉണങ്ങിയതായിരിക്കുന്ന ആ വൃക്ഷം ഭഗവാൻ സ്പരിശം എവിടെയൊക്കെയാണോ ഉണ്ടാവുന്നത് അവിടെയൊക്കെ തളിരുകൾ ഉണ്ടാവുന്നുണ്ട്, അത് മൊട്ടാവുന്നുണ്ട്, അത് പൂക്കളാവുന്നുണ്ട്. വിരിഞ്ഞു നിൽക്കുന്നതായ വലിയതായിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ കൊമ്പിന്റെ മുകളിൽ കൂടെ ഭഗവാൻ എങ്ങനെ നടന്ന് 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 ഇപ്പുറത്തുനിന്ന് കുട്ടികൾ പറയുന്നുണ്ട്, കൃഷ്ണ നമുക്ക് കളിക്കണം എന്ന് വെച്ചാല് അപ്പുറത്തേക്ക് പോവാട്ടോ കൃഷ്ണ, നീ ഏതാ ആ കാളിന്തിക്കൊന്നും എടുത്ത് ചാടരുത് എന്ന് പറയുന്നുണ്ട്. അത്രേ ഭഗവാനൊന്നും നോക്കിയില്ല. ഭഗവാൻ വേഗം കാളിന്തിക്ക് എടുത്തതാ ചാടി. അതോടുകൂടി കാളിയൻ വന്ന് ഭഗവാനതാ വരിഞ്ഞതാ കിട്ടി. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ശരീരത്തിനെ ചെറുതാക്കി കാളിയനോ അഹങ്കാരമാകുന്ന പണങ്ങൾ അങ്ങനെതാ വിടർത്തുന്ന സമയത്ത് ഏത് പണമാണോ ഉയർന്നു വരുന്നത് ഭഗവാൻ അതിന്റെ മുകളിലേക്ക് എടുത്തതാ ചാടുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത പണം കൊണ്ട് ഭഗവാനെ കൊത്താൻ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ആ പണത്തിൽ നിന്ന് അടുത്ത പണത്തിന്റെ മുകളിലേക്ക് എടുത്തതാ കയറുന്നുണ്ട്. ഇതോടുകൂടി കാളിയൻ പറഞ്ഞു, എടാ നീ എന്റെ ശിരസിന്റെ മുകളിൽ നിന്നിട്ടല്ലേ കാണിച്ചു തരാ പറഞ്ഞ കാളിയൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിന്നിലൂടെ തന്റെ വാല് കൊണ്ടുവന്ന് ആ ശിരസിൽ നിന്ന് കൃഷ്ണനെ കുത്തി പുറത്തേക്കിടാനായിട്ട് പുറപ്പെട്ടപ്പോ ഇടത്ത ഭാഗത്ത് കൂടെ വാല് വരുമ്പോ ഭഗവാൻ ഇടത്തെ കൈകൊണ്ട് കാളിയന്റെ വാല് പിടിച്ചു. അത് കാളിയന്റെ ചെവി പറഞ്ഞു, നന്നായിട്ടോ കാളിയ, ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുകയായിരുന്നു ഇവിടെ. ഞാൻ ഈ വാല് കിട്ടിയ സമയത്ത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇടത്തെ കൈ കൊണ്ട് കാളിയന്റെ വാല് പിടിച്ച് കയ്യിലേക്ക് വേണുവിനെ എടുത്ത് അതിമനോഹരമായിട്ട് കാളിയന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നതായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ. ഭഗവാൻ വിചാരിച്ചു, ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നന്നായിട്ട് കീർത്തനം ചെല്ലുന്നുണ്ട്, നന്നായിട്ട് നൃത്തം ചെല്ലുന്നുണ്ട്. ആളുകൾക്കൊക്കെ സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേജിലുള്ള നൃത്തയെ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, 1000 സ്റ്റേജിന്റെ മുകളിൽ ഒരാള് നിന്ന് ചെയ്യുന്നതായിരിക്കുന്ന ഈ നൃത്തം ഇത്ര കേമായിട്ട് ഞാൻ നൃത്തം ചെയ്യുമ്പോൾ കാണാൻ ആൾക്കാരില്ലാതെ ആയാൽ ശരിയാവൂ, എല്ലാവരും വരട്ടെ എന്നുള്ള രീതിയിൽ അമ്പാടിയിൽ ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടാക്കി സകല ആളുകളും ആ കാളിന്തി നദിയുടെ തീരത്തങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് അതിഗംഭീരമായിരിക്കുന്ന ഭഗവാന്റെ കാളിയമർദ്ദന ലീല പറയുന്നവർക്കും കേൾക്കുന്നവർക്കും രസ. കാളിയന്റെ സ്ഥിതിയോ, അവൻ രക്തം മുഖൈരുവമൻ, രക്തം ഛർദിച്ചു. കാളിയ പത്നിമാര് വന്ന് ഭഗവാനതാ നന്നായിട്ട് സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ കളിക്കണേന്റെ ഇടയ്ക്ക് വല്ല വിശപ്പോ ദാഹമൊക്കെ ഉണ്ട് വെച്ചാൽ ഇവിടുന്ന് ആ വെള്ളം കുടിക്കുക കളിയാ, നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ, രമണക ദ്വീപിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ രമണക ദ്വീപിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന വേണുഗാനം കാട്ടിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ യശോദാദേവി ഭഗവാനെ അലങ്കരിച്ചതായിരിക്കുന്ന സകലവിധ സ്വർണ്ണാഭരണങ്ങളും ഗോപപാലന്മാരും വന്ന് ഭഗവാനിൽ നിന്ന് മാറ്റി നിർത്തും. എന്നിട്ട് കാട്ടിൽ നിന്ന് കിട്ടുന്നതായ പലതരത്തിലുള്ള പൂക്കളെ കൊണ്ട് അതിമനോഹരമായിട്ട് മാല ഉണ്ടാക്കി ഭഗവാന്റെ കഴുത്തിലേക്ക് അണിയിക്കുന്നു. കാട്ടിൽ നിന്നുള്ളതായിരിക്കുന്ന പല വസ്തുക്കളും എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ശിരസിലത അണിയിക്കണം. ഇങ്ങനെ ഭഗവാനെ അതിമനോഹരമായിട്ട് അണിയിച്ചുകൊണ്ട് ഭഗവാൻ കയ്യിലേക്ക് വേണുവിനെ എടുത്ത് അതിമനോഹരമായിട്ട് വേണുഗാനം ചെയ്യുന്ന സാക്ഷാൽ ഭഗവാന്റെ ആ വേണുഗാനത്തിനെ പറ്റി ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ചതാ പ്രാർത്ഥിക്കുന്നു. കണ്ണുണ്ടായി കഴിഞ്ഞാൽ വേണുഗാനം ചെയ്യുന്ന കൃഷ്ണനെയാണതാ കാണുന്നത്. കാതുണ്ടായി കഴിഞ്ഞിട്ട് എന്ത് വേണം? കൃഷ്ണന്റെ വേണുഗാനമാണതാ കേൾക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും വേണുഗാനത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോഴാണ് ഗോപസ്ത്രീകൾക്ക് ഇത്രയും മനോഹരമായി ഇത്രയും സൗന്ദര്യത്തോട് കൂടിയിട്ട് കൃഷ്ണൻ വേണുഗാനം ചെയ്യുന്നുണ്ട് വെച്ചാൽ ആ കൃഷ്ണനല്ലേ ഞങ്ങളുടെ പതിയായിട്ട് തീരേണ്ടത്, ഞങ്ങളുടെ ഭർത്താവായിട്ട് തീരേണ്ടത് എന്നുള്ള ഒരു മോഹം വന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പെൺകുട്ടികളെ അണിച്ചാൽ ആൺകുട്ടികളോട് ഒരു സ്നേഹം വന്നു കഴിഞ്ഞാൽ ആദ്യം ആരോടാ പറയാ? അച്ഛനോടാണോ പറയാ, അമ്മയോടാണോ പറയാ? അച്ഛനോട് പറഞ്ഞാൽ അത് ആദ്യം ഇല്ലാതെയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ മെല്ലെ മെല്ലെ ഈ കുട്ടികള് അമ്മേന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ അമ്മ ചോദിക്കുക, എന്തേ? ഒന്നുമില്ല അമ്മേ. അല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ടല്ലോ, അതെന്താ പറയുക? അപ്പൊ ആദ്യം ആരോടാ പറയാ? കാര്യം സാധിക്കണം എന്നുണ്ട് വെച്ചാൽ അമ്മയോട് വേണം പറയാ എന്നുള്ളത് ആ ഗോപസ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാവരും കൂടി ഭദ്രകാളി ദേവിയെ പൂജ കഴിക്കാൻ വേണ്ടി കാളിന്തി നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. എന്നിട്ട് അവര് ആ അമ്മയോട് പ്രാർത്ഥിച്ചു. അഖണ്ഡിത ഘടന പടീയസീമായ, പരസ്പരം ചേരാത്ത വസ്തുക്കളെ പോലും ഒന്നിച്ച് ചേർക്കാനായിട്ട് സാധിക്കുന്നത് ഈ അമ്മയ്ക്കാണ്, ഭഗവതിക്കാണ്. ഭഗവതിയോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ്
നമ്മൾ എല്ലാവിധ ആഗ്രഹവും സാധിക്കുക എന്നറിയുന്ന ആ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി കാളിന്തി നദിയിൽ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവതിയെ വീണ് നമസ്കരിച്ചു. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. നന്ദഗോപരുടെ ഉണ്ണിയായിരിക്കുന്ന കൃഷ്ണൻ ഞങ്ങളുടെ പതിയായിട്ട് തീരണേ, ഞങ്ങളുടെ പതിയായിട്ട് തീരണേ എന്നുള്ള അവരുടെ പ്രാർത്ഥന കുറച്ച് ദിവസങ്ങൾ വീണ്ടും നിന്നൂത്രേ. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ കാത്യായനി ദേവിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഭദ്രകാളി ദേവിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്നെയാണ് അവര് സ്തുതിക്കണത്, പൂജ കഴിക്കണത് എന്ന് വിചാരിച്ച് പ്രത്യക്ഷപ്പെടാൻ നീയൊന്നും പോണ്ട, ഞാൻ പോയിക്കോളാ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ കാളിന്തി നദിയുടെ തീരത്ത് പോയി നോക്കിയപ്പോ എത്ര വസ്ത്രം അവിടെ അനാഥായിട്ട് നിൽക്കുന്നത് അറിയില്ല. അത്രേ ഭഗവാന് നല്ല പരിചയ, തന്റെ കൂട്ടുകാരിമാരുടെ ഒക്കെ വസ്ത്രം ഭഗവാന് നല്ല പരിചയ. ഓരോ ദിവസവും ഭഗവാൻ കാട്ടിലേക്ക് വൃന്ദാവനത്തിലേക്ക് കളിക്കാനായിട്ട് പോകുമ്പോ ഓരോ ഗോപസ്ത്രീകൾക്കും പ്രത്യേകമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. നാളെ നീ ഇന്ന വസ്ത്രം എടുത്താൽ മതി കേട്ടോ, ഇന്ന വസ്ത്രം, ഇന്ന നിറത്തിലുള്ള വസ്ത്രം എടുത്താൽ മതി എന്ന് ഭഗവാൻ പ്രത്യേകമായിട്ട് മെസ്സേജ് അയക്കും. അപ്പൊ വസ്ത്രമൊക്കെ കണ്ടപ്പോ ഭഗവാന് നന്നായിട്ട് അറിയാം ഇതൊക്കെ ആരുടെയാണ് എന്നുള്ളത്. എന്താ അങ്ങനെ അനാഥായിട്ട് കിടക്കണം, വേണ്ട കേട്ടോ എന്നുള്ള രീതിയിൽ ആ വസ്ത്രമൊക്കെ പാടെ എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ആലിന്റെ മുകളിലേക്ക് കയറി സത്വരാം. അങ്ങനെ വൃക്ഷത്തിന്റെ മുകളിലേക്ക് കയറി ആ വസ്ത്രമൊക്കെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് ഒരു കൊമ്പിന്റെ മോള് ഭഗവാൻ എങ്ങനെ ഇരുന്ന് കയ്യിലേക്ക് വേണുവിനെ എടുത്ത് അതിമനോഹരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ വേണുഗാനം ചെയ്യാനായിട്ട് പുറപ്പെട്ടപ്പോ ഗോപസ്ത്രീകൾ വെള്ളത്തിന്റെ മുകളില് കഴുത്തറ്റം വെള്ളത്തിൽ അങ്ങനെ വന്നു നിന്ന് വെള്ളത്തിലേക്ക് നോക്കിയ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിബിംബം താഴത്ത് കാണുന്നുണ്ട്. പ്രതിബിംബം ഇവിടെ ഉണ്ട് വെച്ചാൽ ബിംബം ഉണ്ടാവാതിരിക്കില്ല എന്നുള്ള രീതിയിൽ കഴുത്തറ്റം വെള്ളത്തില് അവരെങ്ങനെ മരത്തിന്റെ കൊമ്പിന്റെ മുകളിലേക്ക് നോക്കിയപ്പോ അവിടെ അതിമനോഹര സ്വരൂപത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ആലിന്റെ കൊമ്പിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അതിമനോഹരമായിട്ട് വേണുഗാനം ചെയ്യുന്നു. വേണുഗാനം ചെയ്യുന്ന കൃഷ്ണനെ കണ്ടപ്പോ ഗോപശ്രീകൾ പറഞ്ഞു, കൃഷ്ണ നിന്റെ പല രൂപവും ഞങ്ങളെ കണ്ടിട്ടുണ്ട്, ഇത്രയും സൗന്ദര്യത്തോടു കൂടിയ ഒരു സ്വരൂപത്തിനെ ഞങ്ങൾക്ക് ഇതുവരെ കാണാനായിട്ട് സാധിച്ചില്ല കൃഷ്ണ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ഞങ്ങളുടെ ആ വസ്ത്രങ്ങൾ തന്നോ പറഞ്ഞത്രേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇല്ലെങ്കിലോ, ഇല്ലാച്ചാലേ എന്നെ അച്ഛല്ലേ നന്ദഗോപര്, ആ നന്ദഗോപരോട് ഞങ്ങളതാ പോയി പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്തോളൂ, ആദ്യം അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കും, എന്നിട്ട് വസ്ത്രം തരാ പറഞ്ഞു. അപ്പോഴും അവരെ ആലോചിച്ചത്, എന്റെ ഭഗവാനെ വസ്ത്രം ഇല്ലാതെ എങ്ങനെയാ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് കയറി പോവുക? അവർക്ക് ഈ കൃഷ്ണനെ നല്ല പരിചയം. വീട്ടിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ കയറി വന്ന് പാലും വെണ്ണയും ഒക്കെ എടുത്ത് കൊണ്ടുപോകാനായിട്ട് പുറപ്പെടുമ്പോ ഗോപസ്ത്രീകള് ആ വെണ്ണപാത്രം കിട്ടാൻ എന്നുള്ള രീതിയിൽ കൃഷ്ണനെ ഒരു പ്രത്യേക പേര് വിളിക്കും. എന്താ വിളിക്കാ ചോദിച്ചാൽ സുന്ദരാന്നാ വിളിക്കാത്തത്. സുന്ദരാന്നുള്ള വിളി കേട്ട് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നോക്കും. എന്തിനാ അവര് സുന്ദരാന്ന് വിളിക്കുന്നത്? അവർക്ക് പാലിന്റെ പാത്രം കിട്ടാനല്ല, വെണ്ണപ്പാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ല. വെണ്ണപ്പാത്രം ഇടത്തെ കയ്യിലേക്ക് പിടിച്ച് തിരിഞ്ഞു നിൽക്കണ ആ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാ. അവിടെയും ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നിൽക്കൂത്രേ. പാദത്തില് സ്വർണത്തിന്റെ പാദസരമൊക്കെ അണിഞ്ഞ്, അരയിലെ സ്വർണത്തിന്റെ കിങ്ങിനൊക്കെ അണിഞ്ഞ്, പട്ടുകോളമൊക്കെ ഉടുത്ത്, കഴുത്തിലെ ചെറിയ സ്വർണ്ണാഭരണമൊക്കെ അണിഞ്ഞ്, കയ്യിലെ ചെറിയ സ്വർണ്ണവളകളൊക്കെ അണിഞ്ഞുകൊണ്ട്, കണ്ണൊക്കെ നന്നായിട്ട് എഴുതി, വാലിട്ട് തൃക്കണ്ട എഴുതി, ഗോപിക്കുറിയൊക്കെ ചാർത്തി, തലമുടിയൊക്കെ മുകളിലേക്ക് വെച്ച് കെട്ടി, മയിൽപ്പീലി അണിഞ്ഞ്, ഇടത്തെ കയ്യിലെ വെണ്ണപ്പാത്രവും പിടിച്ച് തിരിഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ആ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സുന്ദരാന്ന് വിളിക്കുക. ഈ ഫോട്ടോഗ്രാഫർമാരൊക്കെ അങ്ങനെ അവര് നേരെ ഫോട്ടോ എടുക്കില്ല. അവരെന്ത് പറയും, തിരിഞ്ഞു അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കൂ എന്ന് പറയും. ഇതേപോലെ തിരിഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ കാണാൻ വേണ്ടി ഇവര് സുന്ദരാന്ന് വിളിക്കും. അവർക്ക് നന്നായിട്ട് അറിയാം ഭഗവാന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് വെച്ചാൽ എന്ത് പേരാ വിളിക്കേണ്ടത്. അങ്ങനെ ആ ആലിന്റെ മുകളിൽ ഇരിക്കുന്ന കൃഷ്ണനെ കണ്ട് ഗോപസ്ത്രീകൾ ഒന്നിച്ച് ഭഗവാനെ ഒരു പ്രത്യേക പേര് വിളിച്ചു, ശ്യാമസുന്ദര ഏതാസ്യ. ശ്യാമസുന്ദര എന്നുള്ള വിളി കേട്ടപ്പോ തന്നെ ഭഗവാൻ തല താഴ്ത്തി, നീ എന്നെങ്കിലും സുന്ദരനാണ് എന്ന് സമ്മതിച്ചല്ലോ, മതി ഇട്ടോ എന്നുള്ള രീതിയിൽ എല്ലാ വസ്ത്രം എടുത്ത് ഓരോ ഗോപസ്ത്രീകളുടെയും കയ്യിലേക്ക് ഭഗവാൻ കൊണ്ടുപോയിട്ട് കൊടുത്തു. അവരോട് പറഞ്ഞു, എല്ലാവിധ ദോഷവും ഇല്ലാതായിട്ട് തീരാൻ അകപ്പാടെ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. എല്ലാവിധ ലജ്ജയും മാറ്റി നിർത്തിക്കൊണ്ട് സമസ്ത അപരാധമായി നിന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കൂ. എല്ലാ ഗോപസ്ത്രീകളും ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിച്ചു. ഒരു യാഗം നടത്താനായിട്ട് പുറപ്പെട്ടപ്പോ നന്ദഗോപരോട് ചോദിച്ചു, അച്ഛനായിരിക്കാ യാഗം നടത്തുന്നത്? ഇന്ദ്രനാണ് യാഗം എന്ന് പറഞ്ഞു. എന്തിനാ ഇന്ദ്രന് യാഗം കൊടുക്കുന്നത്? മഴ പെയ്യിപ്പിക്കണത് ഇന്ദ്രനാണ്.
അച്ഛനോട് ആരാ മഴ പെയ്യിപ്പിക്കണത്? ഇന്ദ്രനാ പറഞ്ഞത്. അച്ഛൻ ശരിക്കും സ്കൂളിൽ പോവാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞു. ശരിക്കും എങ്ങനെയാ മഴ പെയ്യണത്? അത് സൂര്യന്റെ ചൂടേറ്റ് വെള്ളം ഇങ്ങനെ നിരാവിയായി കാറ്റടിച്ച് ആ മേഘങ്ങളൊക്കെ പാടെ ഗോവർദ്ധന പർവ്വതം തടഞ്ഞു വെച്ചിട്ടാണ് മഴ പെയ്യണത്. അതുകൊണ്ട് ഈ കാണാത്ത ഇന്ദ്രനല്ല യാഗം വേണ്ടത്, പിന്നെയോ ഗോവർദ്ധനത്തിനാണ് യാഗം വേണ്ടത് പറഞ്ഞു. അപ്പൊ ഈ ഗോവർദ്ധനത്തിന് യാഗം കൊടുക്കണം എന്ന് വെച്ചാൽ എന്തൊക്കെ നേദ്യ ഉണ്ടാക്കണത് ചോദിച്ചു അത്രേ. അന്ന് ശ്രീകൃഷ്ണ ഭഗവാന് ഏതൊക്കെ വിഭവങ്ങളുടെ പേരാണോ അറിയുന്നത് അതൊക്കെ വേണം. അപ്പം വേണം, അട വേണം, വട വേണം, നുറുക്ക് വേണം എന്ന് പറയും. നന്ദഗോപൻ ഇങ്ങനെ വിനയഭാവത്തോട് കൂടിയിട്ട് ചോദിച്ചു, നുറുക്കിന് എത്ര വട്ടം വേണം കൃഷ്ണ ചോദിച്ചു. 1000 വട്ടായിക്കോട്ടെ. ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നിവേദ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പലവരും യാത്രയായി. അവരൊക്കെ പാടെ എല്ലാ സാധനവും എടുത്തുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിന് മുന്നിൽ കൊണ്ടുപോയിട്ടതാ വെച്ച് സാക്ഷാൽ ഭഗവാൻ തന്നെ ഗോവർദ്ധനമായിട്ടതാ മാറി അവർ കൊണ്ടുവന്നതായിരിക്കുന്ന നിവേദ്യം മുഴുവനും ഭഗവാൻ കഴിച്ചു. ഇന്ദ്രന് തനിക്ക് കിട്ടേണ്ടതായിരിക്കുന്ന യാഗഭാഗം കിട്ടാതെ വന്നപ്പോ ഗംഭീരമായി മഴ പെയ്യിപ്പിച്ചു. ശ്രീകൃഷ്ണൻ തന്നെ ഗോവർദ്ധനത്തിന്റെ അടുത്ത് വന്ന് ഗിരിധാരിയായിട്ടതാ ആ ഗോവർദ്ധന പർവ്വതത്തിനെ 7 ദിവസം കൈകൊണ്ട് ഉയർത്തിതാ പിടിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോ മഴയൊക്കെ കഴിഞ്ഞു. എല്ലാവരും യാത്രയാവാനായിട്ടതാ പുറപ്പെട്ടു. അതിന് സ്വസ്ഥാനത്തില് ഭഗവാൻ ആ ഗോവർദ്ധനത്തിനെ കൊണ്ടുപോയിട്ട് വെച്ചു. ഇന്ദ്രൻ ദേവലോകത്ത് നിന്ന് സുരഭീദേവിയോടുകൂടി ഐരാവതത്തിന്റെ പുറത്ത് കയറി വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ഇന്ദ്രൻ വീണതാ നമസ്കരിച്ചു. ഐരാവതം തന്റെ തുമ്പിക്കൈയിലുള്ളതായിരിക്കുന്ന ആ ഗംഗാജലം കൊണ്ട് ഭഗവാനിത അഭിഷേകത കഴിക്കണം. സുരഭീദേവി തന്റെ അകിടിന്റെ ചോട്ടില് ശ്രീകൃഷ്ണ ഭഗവാനിത ഇരുത്തി ശുദ്ധമായിരിക്കുന്ന പാലുകൊണ്ട് ഭഗവാൻ അഭിഷേകത നടത്തി. അതാണ് പട്ടാഭിഷേകം. ഈ ഗോവിന്ദ പട്ടാഭിഷേകം ആർക്കാണോ ജീവിതത്തിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നത്? നിർവൈരാണ്യഭവം ക്രൂരാണ്യസർഗത, എല്ലാവിധ ക്രൂര മനോഭാവവും അവരിൽ നിന്ന് ഇല്ലാതായിട്ടതാ തീരുന്നു എന്നുകൂടി വർണ്ണിച്ചു. പിന്നീടാണ് ഭഗവാൻ അതിമനോഹരമായിട്ട് വൃന്ദാവനത്തിൽ വെച്ച് വേണുഗാനം ചെയ്യുന്നത്. വേണുഗാനം കേട്ട ഓരോ ഗോപസ്ത്രീകൾക്കും തോന്നി, എന്നെയല്ലേ കൃഷ്ണൻ വിളിക്കുന്നത്, എന്നെയല്ലേ കൃഷ്ണൻ വിളിക്കുന്നത് എന്ന് തോന്നിയ ഗോപസ്ത്രീകളൊക്കെ ഇപ്പോ ഭഗവാന്റെ അടുത്തേക്ക് രാസലീല മണ്ഡപത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഗോപസ്ത്രീകളോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അതിമനോഹരമായിട്ട് നൃത്തം ചെയ്തു. തന്റെ കൂട്ടത്തിൽ നിന്ന് നൃത്തം ചെയ്യുന്നതായ ആ കൃഷ്ണനെ കണ്ടപ്പോ ചില ഗോപസ്ത്രീകൾക്ക് തോന്നിയത്രേ, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കൃഷ്ണൻ കേൾക്കൂട്ടോ, കൃഷ്ണൻ കേൾക്കും എന്ന് തോന്നിയ ഗോപസ്ത്രീകൾക്ക് അഹങ്കാരം വന്നതായിരിക്കുന്ന ഗോപസ്ത്രീകളുടെ മുന്നിൽ നിന്ന് ഭഗവാൻ അവിടെ നിന്ന് തത്രൈവാം അന്തരധീയത, ഭഗവാൻ അന്തർധാനം ചെയ്തു. അന്തർധാനം ചെയ്യാം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ എന്താ അർത്ഥം? എവിടെ നിന്നാണോ ഭഗവാൻ വന്നത് അവിടേക്ക് മാറിയതാണ്. എവിടെ ഭഗവാൻ ഉള്ളത്? നമ്മുടെ ഹൃദയത്തിലാണ് സാക്ഷാൽ ഭഗവാൻ ഉള്ളത്. തന്റെ മുന്നിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഇപ്പോ ഗോപസ്ത്രീകളുടെ ആ ഹൃദയത്തിലേക്ക് മാറി. കൃഷ്ണനെ അന്വേഷിച്ച് ഗോപസ്ത്രീകള് വൃന്ദാവനത്തിലൂടെ അങ്ങനെ നടന്ന് എവിടെയാ കൃഷ്ണൻ എന്ന് അന്വേഷിച്ചു. അവസാനം അവര് രാധാദേവിയെ കണ്ടെത്തി. ആ രാധാദേവിയോട് കൂടിയിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി അവര് വലിയതായ ഒരു കീർത്തനം പാടി. അതാണ് ഗോപികാഗീതം. ഗോപികാഗീതം കേട്ടതായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഗോപസ്ത്രീകളുടെ മുന്നിൽ അതിമനോഹര സ്വരൂപത്തോടു കൂടി എന്തെന്നില്ലാത്ത സൗന്ദര്യത്തോടു കൂടിയിട്ട് ആവിർഭവിച്ച ഭഗവാനോട് കൂടിയിട്ട് ആ ഗോപസ്ത്രീകളത നടത്തിയതായിരിക്കുന്ന രാസലീല. ഈ രാസലീല ഭാഗവതത്തിലെ 5 അധ്യായമായിട്ടാണ് രാസലീല വർണ്ണിക്കുന്നത്. അതാർക്കാണോ കേൾക്കാൻ സാധിക്കുന്നത് അവരുടെ ഹൃദയ രോഗങ്ങളടക്കം ഇല്ലാതായിട്ട് തീരുന്നു എന്ന് കൂടി വർണ്ണിച്ചു. രാസലീല കേട്ടതോടുകൂടിയ ആ വൃന്ദാവന വാസികളായിരിക്കുന്ന ആളുകൾ ഇപ്പോ മധുരയിൽ നിന്ന് കംസൻ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടുവരാൻ വേണ്ടി അക്രൂരനെ പറഞ്ഞയക്കണം. അക്രൂരൻ കംസൻ തന്നതായിരിക്കുന്ന തേരില് കയറി നേരെ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ വൈകുന്നേരം ആയതോടുകൂടി യശോദാദേവി പശുവിനെയൊക്കെ കുളിപ്പിച്ച് പശുവിനെ കറക്കാനായിട്ട് പുറപ്പെടും. അപ്പോഴേക്കാണ് രാമകൃഷ്ണന്മാര് യശോദാദേവിയുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അമ്മേ, പശുവിനെ കറക്കണ സമയത്ത് ആദ്യമായിട്ട് കറന്ന പാല് ചൂടാറുന്നതിന്റെ മുന്നേ എനിക്കെന്നെ വേണേന്ന് കൃഷ്ണൻ പറയണ്ട. അപ്പൊ എല്ലാവരും പറഞ്ഞു, അതെ കൃഷ്ണന് കൊടുക്കണ്ട കേട്ടോ, എനിക്കെന്നെ വേണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ കയ്യ് യശോദയുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് അക്രൂരന് കൃഷ്ണനെ കാണാനായിട്ട് സാധിക്കുന്നത്.
അക്രൂരൻ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിച്ചു. അങ്ങനെ അന്ന് അമ്പാടിയില് അവര് ഒരുമിച്ചതാ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ കംസന്റെ അടുത്തേക്ക് കംസന്റെ ആജ്ഞ നിറവേറ്റാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് ഭഗവാൻ യാത്രയാവുകയാണ് എന്ന് മനസ്സിലാക്കിയ ഓരോരോ ഗോപസ്ത്രീകളും ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം ഉറക്കെ ജപിച്ചുകൊണ്ടാണ് ഭഗവാനെ ആ മധുരയിലേക്ക് ഇതാ യാത്രയാവുന്നത്. മധുരാപട്ടണം ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നന്നായിട്ട് ഇതാ അലങ്കരിച്ചിട്ടുണ്ട്. ഓരോരുത്തരും കൃഷ്ണനെ ഇങ്ങനെ അതാ കാത്തിരിക്കുന്നു അവിടെ. അങ്ങനെ ഭഗവാൻ ആ മധുരയിൽ എത്തിച്ചേർന്ന് തന്നെ കാണാനായിട്ട് സാധിച്ച ഓരോരോ ആളുകൾക്കും അനുഗ്രഹത്തിനെ ഐശ്വര്യത്തിനെ അതാ പ്രദാനം ചെയ്യുന്നു. 3 വളവോട് കൂടിയ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള കളഭം കണ്ടപ്പോ ഭഗവാൻ ചോദിച്ചു, ഇതെനിക്ക് തരുവോ ചോദിച്ചതോടുകൂടി ആ സ്ത്രീ വേഗം ഭഗവാന് കളഭം അണിയിച്ചു. ഭഗവാൻ ചോദിച്ചു, എന്നെ ഈ അസുഖം തുടങ്ങിയത് ഇതുവരെ ഡോക്ടർമാരൊന്നും കാണിച്ചില്ല, എലിയാച്ച അടുത്തേക്ക് വരാൻ പറഞ്ഞു അത്രേ. അങ്ങനെ ഭഗവാൻ ആ സ്ത്രീ തൊട്ടതോട് കൂടിയിട്ട് തന്നെ അത് ലോക സുന്ദരിയായിട്ട് ഇതാ മാറി. മാലാകാരന്റെ അടുത്ത് എത്തിച്ചേർന്ന് അവൻ തന്നതായിരിക്കുന്ന മാലയും ശരീരത്തിലേക്ക് ഇതാ അണിഞ്ഞ് അവരെയും അനുഗ്രഹിച്ച് ധനുര്യാഗം നടക്കുന്നതായ സ്ഥലത്ത് ഇതാ എത്തിച്ചേർന്നു. അവിടെ ഉള്ളതായിരിക്കുന്ന ആളുകൾക്കൊക്കെ മോക്ഷത്തിനെ കൊടുത്ത് ചാണൂരനും മുഷ്ടികനും മോക്ഷം കൊടുത്ത് കുവലയാപീഠത്തിനെ വധിച്ച് ഉന്നത വലിയ ഒരു സ്ഥാനത്തിരിക്കുന്നതായ ആ കംസന്റെ അടുത്ത് ഭഗവാൻ ഇതാ എത്തിച്ചേർന്നു. അപ്പൊ കംസന് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഉറക്കൊന്നും ഇല്ലാത്ര. ഒരാൾക്ക് 2 ദിവസം എന്തായാലും ഉറക്കം വരില്ല പറയും. എപ്പോഴൊക്കെയാ ചോദിച്ചാൽ ഈ കല്യാണത്തിന്റെ തലേ ദിവസം പ്രതിശ്രുത വധൂവരന്മാര് എന്തായാലും ഉറങ്ങില്ല പറയും. അവരിങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവരെന്തായാലും ഉറങ്ങില്ല. അതേപോലെ തന്നെയാണ് ഈ മരണത്തിന്റെ കുറച്ച് ദിവസം മുന്നേ മരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഉറക്കം വരില്ല പറയും. ഇനി അഥവാ കണ്ണടച്ചു കഴിഞ്ഞാൽ അഥവാ കണ്ണടച്ച് സ്വപ്നത്തിലൊക്കെ ചിലപ്പോ ഈ മരിച്ച ആൾക്കാർ സ്വപ്നത്തിൽ ഇങ്ങനെ വന്ന് വിളിക്കണത് പോലെ തോന്നൂത്രേ. അത്ര കാലമായി ഞാൻ എന്നെ കാത്തു വിടതായിരിക്കണം, നീ ഇന്റെ അടുത്തേക്ക് വരികയില്ലേത്. ഈ മരിച്ച ആൾക്കാരൊക്കെ സ്വപ്നത്തിൽ വന്ന് വിളിക്കണത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കണം മരിക്കാറായി എന്നാണ്, അതിന്റെ ലക്ഷണമാണ് പറയും. അതേപോലെ ഈ കഴുതേന്റെ പുറത്ത് എണ്ണ തേച്ച് നടക്കുന്നത് സ്വപ്നം കണ്ടു കഴിഞ്ഞാലും എന്ന് മനസ്സിലാക്കണം, മരണം അടുത്തു എന്നുള്ളത് മനസ്സിലാക്കണത്. കണ്ണാടിന്റെ മുന്നിൽ നമ്മൾ പോയി നിൽക്കുമ്പോ ഉടലിന്റെ മുകളിൽ തല കണ്ടില്ല വെച്ചാൽ എന്ത് ഉറപ്പിക്കണം, മരിക്കാറായി എന്നുള്ളത് ഉറപ്പിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും കണ്ടുണ്ട് വെച്ചാൽ മറ്റുള്ള ആൾക്കാരോട് പറയണ്ട, കുറച്ച് പൈസയൊക്കെ എടുത്ത് ഭർത്താവിൻ്റെയിലോ ഭാര്യേൻ്റെയിലോ കുട്ടികളേലോ ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തത് ഭരിച്ചു വെച്ചാൽ വേറെ ഓരോ പരിപാടി ഇങ്ങനെ മരണഭയത്തോടു കൂടിയ ആ കംസൻ ഉറങ്ങാതിരിക്കുന്നതായിരിക്കുന്ന കംസന്റെ അടുത്തേക്ക് ഭഗവാൻ ഇതാ കയറി വന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു ഉയർന്ന പീഠത്തിന്റെ മുകളിൽ കയറിയിരുന്ന് കാലിങ്ങനെ ആട്ടൂത്രേ. കാലാട്ടുന്ന സമയത്ത് യശോദ പറയും, കൃഷ്ണ ഇങ്ങനെ കാലാട്ടാൻ പാടില്ല എന്നല്ലേ പറയാം. ഇങ്ങനെ കാലാട്ടി കഴിഞ്ഞാൽ അമ്മാമന്റെ ആയസ്സല്ലേ കൃഷ്ണ കുറയ. ഇമ്മട്ടു കാലാട്ടരുതോമനെ നിന്നമ്മാമന ആയുസ് കുറഞ്ഞു പോകും എന്നമ്മ തന്നോട് ചെയ്ത നേരം എന്തോ നിനച്ചൊന്നു ചിരിച്ചു കൃഷ്ണൻ. ഇങ്ങനെ കാലാട്ടി കഴിഞ്ഞിച്ചാൽ അമ്മാമന്റെ ആയുസ് കുറയില്ലേ എന്ന് ചോദിക്കുമ്പോ ഭഗവാൻ മനസ്സിൽ വിചാരിക്കും, അമ്മയ്ക്ക് അറിയായിട്ട അമ്മാമന്റെ ആയുസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിതാ ജനിച്ചത് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെയും കേമായിട്ട് കാലാട്ടുത്രേ. ആ സമയമായി എന്ന് മനസ്സിലായതോടു കൂടി നേരെ മുകളിലേക്ക് ഇതാ കയറി കംസനെ താഴത്തേക്ക് ഇതാ തട്ടിയിട്ടു. കുറച്ചു നേരമൊക്കെ അതാ യുദ്ധം ചെയ്തു. അങ്ങനെ കംസനും ഭഗവാൻ മോക്ഷത്തിനെ ഇതാ പ്രദാനം ചെയ്തു. തന്റെ അച്ഛനമ്മമാരെ കാരാഗ്രഹത്തിൽ പോയി മോചിപ്പിച്ചു. അവരോട് പറഞ്ഞു, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് വെച്ചാൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവരുടെ പാദങ്ങളിലേക്ക് ഭഗവാൻ ഇതാ വീണതാ നമസ്കരിച്ചു. ഉഗ്രസേനെ രാജാവാക്കി മാറ്റി, ഉദ്ധവനെ പ്രധാനമന്ത്രിയാക്കി മാറ്റി ഭഗവാൻ തന്റെ പ്രാണപ്രേയസികളായിരിക്കുന്ന ഗോപസ്ത്രീകളെ, ആ ഗോപസ്ത്രീകളുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ആ ഉദ്ധവനെ ഭഗവാൻ ഇതാ പറഞ്ഞയക്കണം. ഉദ്ധവൻ എന്നത് കണ്ടതോടുകൂടി നന്ദഗോപരും യശോദാദേവിയും ഇത് കൃഷ്ണനാണോ തോന്നിയത്രേ. അങ്ങനെ ആ ഉദ്ധവനെ അകത്തേക്ക് ഇതാ കൂട്ടിക്കൊണ്ടു പോണു. പരമജ്ഞാനിയായിരിക്കുന്ന ഉദ്ധവൻ യശോദാദേവിയുടെയും നന്ദഗോപരുടെയും ഒക്കെ കൃഷ്ണഭക്തി എങ്ങനെ കണ്ടുകൊണ്ട് അവര് പറയണത് കേട്ടുകൊണ്ട് അങ്ങനെ അതാ ഇരിക്കണം. നന്ദഗോപര് പറഞ്ഞു ഉദ്ധവനോട്, ഉദ്ധവ എങ്ങനെയാ ഞങ്ങൾക്ക് ആ കൃഷ്ണനെ ജീവിതത്തിൽ അതാ മറക്കാനായിട്ട് അതാ സാധിക്കും. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ എണ്ണ തേച്ചു കുളിപ്പിച്ചും
വെണ്ണപാരിവതൽകിയും എണ്ണ തേച്ച് കുളിപ്പിച്ചും കൃഷ്ണന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ച ഞങ്ങൾക്ക് ആ കൃഷ്ണനെ ജീവിതത്തിൽ ഇതാ മറക്കാനായിട്ട് സാധിക്കൂ ഉദ്ധവ. ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായ രാമകൃഷ്ണന്മാരെ എങ്ങനെയാ ഞങ്ങൾക്ക് ഇതാ ജീവിതത്തില് മറക്കാനായിട്ട് ഇതാ സാധിക്കും? ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ആ ഒരലിന്റെ മുകളിൽ കെട്ടിയിട്ട ആ യശോദാദേവിക്ക് ഇവിടെ ഉള്ളതായിരിക്കുന്ന ഈ ഒരല് കാണുന്ന സമയത്ത് കൃഷ്ണനെ ജീവിതത്തിൽ മറക്കാനായിട്ട് ഇതാ സാധിക്കൂ? ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കൃഷ്ണനെ മാത്രമാണ് ഇതാ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ചന്ദ്രസമാന മുഖവും പദാബ്ജവും ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ കൃഷ്ണനെ തന്നെയാണ് ഞങ്ങൾക്ക് ഇതാ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്. വൃന്ദാവനമതും ഗോവർദ്ധനമതും ഗോലോകരും ഗോപബാലരും ഗോക്കളും എന്നിവ ഞങ്ങളെ ചിന്ത ചെയ്യിക്കുന്നു നന്ദതനൂജനെ പിന്നെയും പിന്നെയും. കാളിന്തി നദിയുടെ തീരത്തിലൂടെ യാത്രയാവുമ്പോ കാളിയന്റെ പുറത്ത് വെച്ച് നൃത്തം ചെയ്തതായിരിക്കുന്ന ആ കൃഷ്ണനെ നിങ്ങൾ എങ്ങനെയാ ഉദ്ധവ മറക്കണത്? ഇങ്ങനെ വൃന്ദാവനത്തിലൂടെ നടക്കുന്ന സമയത്തൊക്കെ ഭഗവാനെ തന്നെ കൃഷ്ണനെ തന്നെ ഓർത്തോർത്തോർത്ത് ഒരു നിമിഷം ആ ഭഗവാനെ മറക്കാൻ വേണ്ടി ഞങ്ങൾ അതാ പ്രയാസപ്പെടുന്നു ഉദ്ധവ എന്ന് പറഞ്ഞപ്പോ ഉദ്ധവൻ അത്ഭുതമായിത്രേ. സാധാരണക്ക് ജനങ്ങള് മരിക്കണ സമയത്ത് തന്നെങ്കിലും ഭഗവാൻ ഒന്ന് ഓർത്തുകൊണ്ട് ഈ ലോകത്തുനിന്ന് യാത്രയാവണം എന്ന് വിചാരിച്ച് എത്രയാ ആളുകൾ ഇതാ മെനക്കെടുന്നത്. എന്നാൽ ഈ വൃന്ദാവനത്തിലുള്ളവരോ ഒരു നിമിഷം ഭഗവാനെ മറക്കാൻ വേണ്ടിയിട്ട് അവരെത്ര അതാ മെനക്കെടുന്നൂടെ? മറക്കണില്ല, ഞങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കണില്ല, കൃഷ്ണനെ മറക്കാൻ സാധിക്കണില്ല എന്ന് പറയുന്ന ആ നന്ദഗോപുരയുടെയും യശോദാദേവിയുടെയും ഭക്തി കണ്ട് ഉദ്ധവന്റെ അടുത്തേക്ക് അവിടെ ഗോപസ്ത്രീകൾ എല്ലാവരും കൂടി ഇതാ എത്തിച്ചേർന്നു അത്രേ. എന്നിട്ട് ഭഗവാനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആ കൃഷ്ണപാദാരവിന്ദ ഭക്തിയെ ഗോപസ്ത്രീകളുടെ ഭക്തിയെ കണ്ട് ഉദ്ധവൻ ഗോപസ്ത്രീകളുടെ പാദരേണുക്കളിലേക്ക് വീണതാ നമസ്കരിച്ചു. വന്ദേ നന്ദോ വ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. ഏതൊരാളുടെ നാവിൽ നിന്നാണോ ലോകത്തിനെ മുഴുവനും ശുദ്ധീകരിക്കുന്നതായ ഭഗവാന്റെ തിരുനാമം വരുന്നത്, അങ്ങനെ നാമം ജപിക്കുന്നതായ കാട്ടില് വളർന്നു വന്നതായിരിക്കുന്ന ഈ ഗോപസ്ത്രീകളുടെ പാദരേണുക്കളിലേക്ക് ഞാനിതാ വീണ് നമസ്കരിക്കണു എന്ന് പറഞ്ഞ് ഉദ്ധവൻ പിന്നെയും പിന്നെയും വീണതാ നമസ്കരിച്ചു. അവര് തന്നതായിരിക്കുന്ന സമ്മാനമൊക്കെ സ്വീകരിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തതാ എത്തിച്ചേർന്നു ഉദ്ധവൻ. അസ്ഥിയും പ്രാപ്തിയും കംസന്റെ ഭാര്യമാരാണ്. അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ഭർത്താവ് കംസൻ മരിക്കാനുള്ള കാരണം കൃഷ്ണനാണ്. അതുകൊണ്ട് മധുരയെ ആക്രമിക്കണമെന്ന് അവര് തന്റെ അച്ഛനായിരിക്കുന്ന ജരാസന്ധനോട് ഇതാ പോയിട്ട് പറഞ്ഞു. മഗധ രാജാവായിരിക്കുന്ന ജരാസന്ധൻ യവന സൈന്യത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മധുരയെ ആക്രമിച്ചു. മധുര പട്ടണത്തിൽ നിന്ന് രാമകൃഷ്ണന്മാര് പ്രവേശന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇതാ കയറിപ്പോയി. പ്രവേശന പർവ്വതത്തിന്റെ 4 ഭാഗത്തും തീയിട്ടു. രാമകൃഷ്ണന്മാര് മരിച്ചു എന്ന് പറഞ്ഞ് ആ മഗധ രാജാവ് ജരാസന്ധൻ അവിടുന്ന് യാത്രയായി. പക്ഷെ യവനൻ വിട്ടുകൊടുത്തില്ല യാത്ര. യവനൻ കൃഷ്ണനെയും അന്വേഷിച്ച് നേരെ മുകളിലേക്ക് അങ്ങനെ കയറിപ്പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ് എന്ന് അറിയില്ല യവനന്. അപ്പോഴാണ് നാരദ മഹർഷിയെ കണ്ടെത്തിയത്. നാരദ മഹർഷിയോട് ചോദിച്ചു, ആരായി കൃഷ്ണൻ ചോദിച്ചു അത്രേ. നാരദ മഹർഷിയും പറഞ്ഞു, ഞാനും കുറെ കാലമായി അന്വേഷിക്കുന്നു, എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കൃഷ്ണൻ ആരാണെന്നുള്ളത്. അപ്പൊ ചോദിച്ചു, കണ്ടാൽ എങ്ങനെയാ മനസ്സിലാവുക ചോദിച്ചു. ആ കഷ്ടമായ ആളുടെ മേൽ വിലാസം ചോദിക്കുവാൻ തീരെ മറന്നുപോയി, കണ്ടാൽ മനോജ്ഞൻ മുകിലിന്റെ വർണ്ണം കാർക്കൂന്തലിൽ പീലിതാണു വേഷം. ഭഗവാന്റെ സ്വരൂപം പറഞ്ഞു കൊടുത്തു അത്രേ. അപ്പൊ ചോദിച്ചു, മഞ്ഞമുണ്ട് കഴുത്തിലുണ്ടാവും, അങ്ങനത്തെ ആളെ തെരഞ്ഞു പോയാ പോരേ ചോദിച്ചു. പർവ്വതത്തിന്റെ താഴത്തുനിന്ന് യവനെങ്ങനെ കയറി വരുമ്പോ നേരെ മുകളിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ കഴുത്തിലുള്ള മഞ്ഞമുണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് കാണിച്ചു കൊടുത്തു. പിന്നാലെ യവനൻ വരുന്നുണ്ട്. ഭഗവാൻ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അവിടെ കടന്നുറങ്ങണുണ്ടായിരുന്നു മുചുകുന്ദൻ എന്ന് പേരായിട്ടൊരു രാജാവ്. ഇത് കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കി, മുകുന്ദനാണ് എന്ന് മനസ്സിലാക്കി ഈ യവനൻ ചവിട്ടി മുചുകുന്ദന്റെ മാർവിടത്തിലേക്ക് കാലെടുത്ത് വെച്ചതോടുകൂടി മുചുകുന്ദൻ കണ്ണ് തുറന്നു. ആ കണ്ണിൽ നിന്ന് തീ വന്ന്
ഈ യവനൻ ഭസ്മമായിട്ട് ഇതാ തീർന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ മുന്നിൽ കണ്ടതോടുകൂടി മുചുകുന്ദൻ ഭഗവാനെ അതിഗംഭീരമായിട്ട് ഇതാ സ്തുതിച്ചു. മുചുകുന്ദൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ അങ്ങയെ കണ്ടപ്പോഴാണ് എനിക്കിതാ മനസ്സിലായത്, എന്റെ ജീവിതത്തില് ഇതുവരെയുള്ളതായിരിക്കുന്ന സമയമൊക്കെ ഇതാ വ്യർത്ഥമായല്ലോ. ഞാനിപ്പോ എന്തിനു വേണ്ടിയിട്ടാ ജീവിച്ചത്? അടുത്ത സ്ഥലം എന്റേതാവണേ, അടുത്ത നാട്ടുരാജ്യവും എന്റേതാവണേ എന്ന് വിചാരിച്ച് മമേഷകാലോചിത നിഷ്ഫലാം, ഇതുവരെയുള്ളതായിരിക്കുന്ന എന്റെ ജീവിതമൊക്കെ നിഷ്ഫലമായി എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയെ ഉപാസിക്കുക തന്നെയാണ് വേണ്ടത്. ഇഹലോക സുഖസൗകര്യത്തിന്റെ പിന്നാലെ ഓടിപ്പോവല്ല വേണ്ടത്, അങ്ങയെ ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് വീണതാ നമസ്കരിച്ചു. അതിന് മുചുകുന്ദനെ ഭഗവാൻ അനുഗ്രഹിച്ചു. പ്രദർശന പർവ്വതത്തിന്റെ മുകളിലുള്ള സകല ആളുകളോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചു. കണ്ണ് തുറക്കാൻ പറഞ്ഞതോടുകൂടി കടലിന്റെ നേരെ നടുക്ക് ഭഗവാൻ നിർമ്മിച്ചതായിരിക്കുന്ന കൊട്ടാരം, ദ്വാരകാ കൊട്ടാരം. ആ ദ്വാരകാ കൊട്ടാരത്തിൽ വെച്ച് ആദ്യമായിട്ട് നടന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബലരാമന്റെ വിവാഹം. രേവത മഹാരാജാവ് തന്റെ മകളായിരിക്കുന്ന രേവതിയെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പൊ അങ്ങ് വിചാരിച്ച ആൾക്കാരൊന്നും നാട്ടിലില്ല, അവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഒരു യുഗങ്ങളടക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ അങ്ങക്ക് അങ്ങയുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബലരാമൻ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞില്ല. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടാവാം തന്റെ കല്യാണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങുകയെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് കൃഷ്ണൻ. അതുകൊണ്ട് ബലരാമന് കല്യാണം കഴിച്ചു കൊടുത്തോളൂ പറഞ്ഞത്രേ. അങ്ങനെ രേവത മഹാരാജാവും രേവതിയും ദ്വാരകാ കൊട്ടാരത്തിന് മുന്നിലെത്തി. ഈ രേവതനും രേവതി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ യുഗത്തിലൊന്നുമുള്ള ആൾക്കാരല്ല, അവര് കഴിഞ്ഞ യുഗത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ യുഗം മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ശരീരപ്രകൃതിക്കൊക്കെ കുറേശ്ശെ വ്യത്യാസമായി. കൈകാലത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറിക്കഴിഞ്ഞാൽ 6 അടിയെ വലിപ്പം ഉണ്ടാവുള്ളൂ. എന്നാൽ കഴിഞ്ഞ യുഗത്തിലുള്ള ആൾക്കാരോ അവരൊരു 100-500 തെങ്ങിന്റെ അത്ര വലിപ്പമുണ്ട്. ആ കാലത്തുള്ള ആൾക്കാരാണ് രേവതനും രേവതി. അവരതേ രൂപത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോ രേവത മഹാരാജാവിന്റെ കാലിന്റെ മുട്ടിന്റെ അത്രയും കൂടി വലിപ്പമില്ല എന്ത് ദ്വാരകാ കൊട്ടാരം. അപ്പൊ എത്ര വലിപ്പമുണ്ടാവും രേവതനും രേവതിക്കും? അങ്ങനെ രേവത മഹാരാജാവ് ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, എന്റെ മകളെ അങ്ങയുടെ ഏട്ടൻ ബലരാമന് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഞാനിത് അവിടേക്ക് വന്നത്. ഭഗവാൻ നേരെ അകത്തേക്ക് പോയി ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ, അങ്ങക്ക് കല്യാണം കഴിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാൾ പുറത്തുതാ കാത്തു നിൽക്കണം. അപ്പൊ ബലരാമൻ ചോദിച്ചു കൃഷ്ണനോട്, എന്താ കൃഷ്ണ അത്? ആരെങ്കിലുമൊക്കെ കൊട്ടാരത്തിന്റെ പുറത്ത് കാത്തു നിൽക്കുമ്പോ അവരോട് അവിടെ നിൽക്കാൻ പറയലാണോ മര്യാദ, അല്ലെങ്കിൽ അകത്തേക്ക് കയറി വരാൻ പറയലാണോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, അകത്തേക്ക് കയറി വരാൻ പറയൽ തന്നെയാണ് മര്യാദ, പക്ഷെ അവരോട് ഞാനത് പറയില്ല പറഞ്ഞു. അതെന്തേ പുറത്ത് പോയി നോക്കിയാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ ബലരാമൻ വന്നു നോക്കി. എത്രേ രേവത മഹാരാജാവിന് രേവതിനെ ഒന്ന് നോക്കി, എന്റെ ഭഗവാൻ ഈ പെൺകുട്ടീനേറ്റം കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ വല്ല സ്വകാര്യറ്റം പറയണം തോന്നിയെന്ന് വെച്ചാൽ വല്ല കോണിയറ്റം വെച്ച് കയറേണ്ടതായിരിക്കും, മാത്രം വലിപ്പുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാനുള്ള രീതിയിൽ ബലരാമൻ ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ബലരാമൻ തന്റെ കയ്യിലുള്ള കലപ്പ കൊണ്ട് രേവതിയുടെ കഴുത്തിലേക്ക് എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവന്ന് ഇപ്പോ ബലരാമന്റെ അടുത്ത് രേവതി നിൽക്കുമ്പോ ബലരാമന്റെ ചുമലിന്റെ അത്രേ വലിപ്പമുള്ളൂ അത്രേ. സാധാരണക്ക് പറയും, വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കുന്ന ആളുടെ ചുമലിന്റെ അത്രേ വലിപ്പം ഉണ്ടാവാൻ പാടുള്ളൂ പറയും. ഒന്നും കേട്ട് ആരും വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഏതായാലും ഈ ജന്മത്തിൽ ഒരാളെ കിട്ടി, അത് പതിയത് വിചാരിക്കാന്നത്. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേതൃത്വത്തിലാണ് ആ ബലരാമൻ രേവതിയെ വിവാഹം കഴിച്ചതായിരിക്കുന്ന ചരിത്രം വർണ്ണിച്ചു. പിന്നീടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വിവാഹത്തിനെ വർണ്ണിക്കുന്നത്. കുണ്ടിൻ എന്ന പേരായിരിക്കുന്ന രാജ്യത്ത് ഭീഷ്മകൻ എന്ന പേരായിരിക്കുന്ന ഒരു രാജാവ്, അദ്ദേഹം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി സാക്ഷാൽ മഹാദേവനെ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. എന്നും ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് 5 ആൺകുട്ടികൾ ഉണ്ടായി. 5 ആൺകുട്ടികൾക്കും സ്വർണത്തിന്റെ പേരാട്ടത് അത്രേ. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്തര രുക്മകേശോ രുക്മമാലി. 5 ആൾക്കും സ്വർണത്തിന്റെ പേരിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല. 5 ആൾക്കാർ ദുഷ്ടന്മാര് തന്നെ. എന്നും ജയിലില്ല അത്രയും കുട്ടികൾ. ഏതച്ഛനാ സൂര്യയുള്ളത്, ഏതമ്മയ്ക്കാ സൂര്യയുള്ളത്? ഈ കുട്ടികളുടെ കാര്യം ഏരിയക്കാര് ഭീഷ്മക മഹാരാജാവിന് സമയത്തും. അങ്ങനെ പിന്നെയും ദുഃഖം സഹിക്കാതെ ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിച്ചതിനനുസരിച്ച് രുക്മിണ്യേഷാം സ്വസാസതീം, രുക്മിണി എന്ന പേരായിട്ട് സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി
ഉണ്ടായി. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവത് കഥകള് പറഞ്ഞു തരുന്ന ബ്രാഹ്മണരുടെ മുഖത്തിൽ നിന്ന് ഈ കൃഷ്ണകഥകൾ കേട്ടതോടുകൂടി കൃഷ്ണൻ തന്നെ എന്റെ ഭർത്താവായിട്ട് തീരണേ, ഭഗവാൻ എന്റെ ഭർത്താവായിട്ട് തീരണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചു അത്രേ. പക്ഷെ വിവാഹപ്രായമായപ്പോഴാണ് മനസ്സിലായത് എന്നെ കല്യാണം കഴിക്കുന്നത് കൃഷ്ണരല്ല, പിന്നെ ജ്യേഷ്ഠന്മാരുടെ ഇഷ്ടനായിരിക്കുന്ന ശിശുപാലനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ കല്യാണത്തിന്റെ തലത്തെ ദിവസം മഹാദേവന്റെ അമ്പലത്തിൽ അങ്ങനെ ഇരിക്കുന്ന ആ രുക്മിണി ദേവിയെ ഒരു ബ്രാഹ്മണൻ വന്നതാ കണ്ടു. ബ്രാഹ്മണൻ ചോദിച്ചു, എന്താ രുക്മിണി നീ ഇങ്ങനെ കരയണത്? കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണോ, സന്തോഷിക്കല്ലേ വേണ്ടത് ചോദിച്ചു. അപ്പൊ രുക്മിണി ദേവി പറഞ്ഞു, എനിക്ക് ശിശുപാലനെ വിവാഹം കഴിക്കണം എന്നല്ല ആഗ്രഹം, പിന്നെയോ കൃഷ്ണന്റെ അടുത്ത് എത്തിച്ചേരണം എന്നാണ് ഇത് ആഗ്രഹം. അങ്ങക്ക് അത് പറ്റുന്നുണ്ട് വെച്ചാൽ ഒന്ന് ഭഗവാനോട് പറയണേ പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, എന്നാ ശരി രുക്മിണി, എന്തൊക്കെയാണോ നിന്റെ ജീവിതത്തിലുള്ള ആ ഭഗവാനോട് പറയാനുള്ള കാര്യങ്ങള് അതൊക്കെ എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ രുക്മിണി ദേവി 7 ശ്ലോകങ്ങൾ അതാ എഴുതി അത് ഈ ബ്രാഹ്മണൻ ഭഗവാന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു. ഭഗവാൻ അത് കണ്ട സമയത്ത് തന്നെ മനസ്സിലായി ഇത് രുക്മിണി ദേവി എനിക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്, ബ്രാഹ്മണൻ അന്ന് വായിക്കൂ പറഞ്ഞത്രേ. അങ്ങനെ ബ്രാഹ്മണൻ അത് വായിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അതാണ് ഭാഗവതത്തിലെ പ്രശസ്തമായിരിക്കുന്ന രുക്മിണി സന്ദേശം എന്ന് പറയും. 7 ശ്ലോകങ്ങൾ. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 7 പാദങ്ങള് നടക്കുക എന്നുള്ളത്. അതിനാണ് സപ്തപതി എന്ന് പറയും. അപ്പൊ വിവാഹത്തിന്റെ ഒക്കെ കർമ്മത്തില് ഈ പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കുന്ന ആളുടെ അടുത്തേക്ക് 7 അടി നടക്കുന്ന സമയത്ത് വേദത്തിലുള്ള 7 തരത്തിലുള്ള മന്ത്രങ്ങൾ അങ്ങനെ നമ്മൾ ജപിക്കുന്ന സമയത്താണ് താൻ വിവാഹം കഴിക്കുന്ന ആ പുരുഷന്റെ അടുത്തേക്ക് നമ്മൾ അതാ എത്തിച്ചേരാം. അല്ലെങ്കിലും ഒരാളോട് 7 പദങ്ങൾ പറയുന്ന സമയത്താണ് അയാളായിട്ട് നമുക്ക് സ്നേഹം വരിക എന്ന് പറയും. അതിനാണ് സപ്തപതി പറയും. ഇങ്ങനെ സപ്തപതിയെ പോലെ 7 ശ്ലോകങ്ങള് ഈ ജീവാത്മാവാകുന്ന രുക്മിണി ദേവി പരമാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. എന്താ രുക്മിണി ദേവി പറയണത്? ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരേരഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ ആവിശതി ചിത്തം അപത്രപം മേ. ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരണം എന്ന് വിചാരിക്കുന്ന ഏതൊരാളും ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ശ്രുത്വാ, കേൾക്കാനുള്ള മനോഭാവം ഉണ്ടാവണം എന്ന്. അല്ലെങ്കിലും കേൾക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. പരീക്ഷിത് ശ്രവണേ മുക്തി എന്ന് പറയും. പരീക്ഷിത് മഹാരാജാവിന് എങ്ങനെയാ മുക്താവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിച്ചത്? കേൾക്കുന്നതോട് കൂടിയിട്ടാണ്. ഭഗവാന്റെ കഥകളെ ആരാണോ പറയണത് അതിന്റെ മുന്നില് നമ്മളിരുന്ന് കേൾക്കാനുള്ള ഒരു മനോഭാവം അല്ലെ, കേൾക്കുന്ന ആൾക്കാണ് ഗുണം എന്ന് പറയും അല്ലെ. കേൾക്കുന്ന ആള് മൗനം, മിണ്ടാതിരിക്കുന്നവർക്കാണ് ഗുണം. അപ്പൊ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ അനവധി കാലമായിട്ട് ഞാൻ പഠിച്ചതായിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എപ്പോഴേ എനിക്ക് പിന്നെയും പറയാൻ സാധിക്കുള്ളൂ, മുന്നിലിരിക്കുന്ന ആള് മിണ്ടാതിരിക്കുന്നുണ്ടോ, മിണ്ടാതെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ, അപ്പോഴാണ് പിന്നെയും കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുക. ആർക്കാ ഗുണം? കേൾക്കുന്നയാൾക്കാണ് ഗുണം. മൗനം ശീലിക്കുന്നതായിരിക്കുന്ന ആൾക്കാണ് എപ്പോഴും ഗുണം ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഈശ്വര കാര്യങ്ങളെ നന്നായിട്ട് കേൾക്കണം. എങ്ങനെ? ശ്രുത്വാ. എന്താ കേൾക്കേണ്ടത്? ശ്രുതിയിൽ എന്താണോ പറഞ്ഞത്, വേദത്തിൽ എന്താണോ പറഞ്ഞത്, അതിനെയാണ് നമ്മൾ കേൾക്കേണ്ടത്. വേദത്തിൽ പറഞ്ഞതായിരിക്കുന്ന ധർമ്മത്തിനെ ധർമ്മോ രക്ഷതി രക്ഷിതാവ്. ആ ധർമ്മത്തിനെ നമ്മൾ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുന്നുണ്ട് വെച്ചാൽ എല്ലാ സമയത്തും ആ ധർമ്മം നമ്മളത് രക്ഷിച്ചു കൊണ്ടിരിക്കും. വേദത്തിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളെ കേൾക്കുമ്പോൾ ഭഗവത് കഥകളെ നന്നായിട്ട് കേൾക്കുന്നതോടുകൂടി ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര. എന്താ ഭഗവാനെ സംബോധന ചെയ്യുന്നത്? ഭുവനസുന്ദര എന്നാണ് സംബോധന ചെയ്യുന്നത്. ഭുവനസുന്ദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭുവനം മുഴുവനും സൗന്ദര്യത്തോടു കൂടിയിട്ട് നിലനിൽക്കാനുള്ള കാരണം ഭഗവാനെ അങ്ങ് മാത്രമാണ് അല്ലേ. ജീവാത്മാവാകുന്ന ഭഗവാൻ നമ്മളൊക്കെ ശരീരത്തിനുള്ളില് ഇരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ സൗന്ദര്യമുള്ളൂ. കണ്ണൻ എപ്പോഴേ സൗന്ദര്യമുള്ളൂ? കണ്ണന്റെ ഉള്ളില് കണ്ണൻ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. കാതിന്റെ ഉള്ളില് ആ ജീവാത്മാവ് ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. ജീവൻ ശരീരത്തിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന് എന്ത് സൗന്ദര്യമുള്ളത് അല്ലെ? ഒരു സൗന്ദര്യമില്ല. ആ മരിച്ച വീട്ടിലേക്കൊക്കെ നമ്മള് വരുന്ന സമയത്ത് ചിലപ്പോ ആൾക്കാർ ചോദിക്കും, അല്ല അച്ഛൻ എവിടെ? അച്ഛൻ പോയി.
അപ്പൊ ഈ കറക്കണതോ അതച്ഛനല്ല. എന്താണ്? അച്ഛന് ശവശരീരാണ്, അതച്ഛനല്ല. അപ്പൊ ആരാണ് സൗന്ദര്യത്തിനെ ഉണ്ടാക്കുന്നത്? ജീവാത്മാവാണ്. സാക്ഷാൽ ഭഗവാൻ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതാ സൗന്ദര്യമുള്ളൂ. കണ്ണിന് സൗന്ദര്യം, കാതിന് സൗന്ദര്യം, ഈ ശരീരത്തിനൊക്കെ സൗന്ദര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? സാക്ഷാൽ ഭഗവാൻ നമ്മളെ ശരീരത്തിനുള്ളതായി ഇരിക്കുന്ന സമയത്താണ്. ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരേർ ഹരത അംഗതാപം. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകള് നമ്മളെ കേൾക്കുന്നതോടുകൂടി അംഗതാപം, എല്ലാവിധ അംഗങ്ങളുടെയും കാതിന്റെ വേദന, കൈയിന്റെ വേദന, കാലിന്റെ വേദന, ശരീരത്തിനെ ബാധിക്കുന്നതായിരിക്കുന്ന ദുഃഖങ്ങള്, ദൈവിക ഭൗതിക 3 തരത്തിലുള്ളതായിരിക്കുന്ന സകലവിധ താപങ്ങളും ദുഃഖങ്ങളും എപ്പോഴാ ഇല്ലാതാവുക? ഭഗവാനെ നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഭഗവാന്റെ കഥകള് ശ്രദ്ധയോട് കൂടിയിട്ട് ഒരാൾ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്ന ആളുടെ കാതിന്റെ ഉള്ളിൽ കൂടെ സാക്ഷാൽ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ വന്നിരിക്കും. എങ്ങനെ? സദാ ഒരു സുഹൃത്തായിട്ട് വന്നിരിക്കും. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങോട്ട് എങ്ങനെയെന്ന് നോക്കാതെ അങ്ങോട്ട് സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ആൾക്കാരെയാണ് സുഹൃത്ത് എന്ന് പറയാം. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ നമ്മള് സുഹൃത്തായിട്ട് നമ്മളെ ഹൃദയത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും പിന്നെ ഭഗവാൻ നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കും? ഭഗവാൻ നമ്മളെ നന്നായിട്ട് സാരില്ല കേട്ടോ, സാരില്ല, നിനക്ക് അറിയാനായിട്ടാണ് നീ അതൊക്കെ ചെയ്തത്, അല്ലെങ്കിലും നമ്മൾ ചെയ്യണതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെ, നമ്മളൊക്കെ ശരിയാണോ എന്ന് വിചാരിച്ച് ഭഗവാന് പൂക്കൾ ഇഷ്ടം. കുറച്ച് പൂക്കൾ ഇതാ മുന്നിൽ കൊണ്ടുപോയി ഭഗവാന് നിവേദ്യം ഇഷ്ടമാണ്, ഞങ്ങളിതാ നിവേദ്യം ഉണ്ടാക്കി. ഭഗവാൻ ഈ നിവേദ്യം ഭഗവാന് വേണ്ടിയിട്ടാണോ? ഭഗവാൻ ആവശ്യമുണ്ടോ നിവേദ്യം? ഭഗവാന് വിളക്കിന്റെ ആവശ്യമുണ്ടോ? ഭഗവാന് മാലയുടെ ആവശ്യമുണ്ടോ? അല്ലെ, ഇതൊന്നും ഭഗവാന് ആവശ്യമില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്? നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാനെ സന്തോഷാവണേ, സന്തോഷാവണേ, ഞങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി അങ്ങക്ക് സന്തോഷാവണേ ഭഗവാനെ, അങ്ങക്ക് സന്തോഷാവണം എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണത്. അത് നമുക്കറിയില്ല ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മ യം വേദ തസ്മൈ നമസ്തേ. നമ്മൾ ചെയ്യണത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അത് ഭഗവാൻ സ്വീകരിക്കും. എപ്പോ? ഭഗവാന്റെ കഥകളെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളത് കേൾക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ വന്നിരിക്കുമ്പോ നമ്മളെ കാതിന്റെ ഉള്ളിൽ കൂടെ ഭഗവാൻ ഹൃദയത്തില് ഒരു സുഹൃത്തായിട്ട് അങ്ങനെ വന്നിരിക്കുമ്പോ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോ തെറ്റാണെങ്കിലും ഭഗവാൻ എന്ത് പറയും? സാരമില്ല, ഞാനിതാ സ്വീകരിച്ചു കേട്ടോ. ശബരിയുടെ കഥ നമ്മൾ അനുസ്മരിച്ചുവല്ലോ. ശബരി ഭക്തിയോട് കൂടിയിട്ട് കടിച്ച പഴം ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊടുക്കുമ്പോ ഭഗവാൻ അത് കടിച്ച പഴമാണോ നോക്കിയില്ല, ആരാ തരുന്നത് അത് ഭഗവാൻ ഇതാ നോക്കിയില്ല അത്രേ. എന്നാലും നീ ഇത് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതല്ലേ എന്നുള്ള രീതിയിൽ ഒരു സുഹൃത്തായിക്കൊണ്ട് ഭഗവാൻ നമ്മളെയൊക്കെ ഹൃദയത്തിൽ ഇതാ വന്നിരിക്കണോ. എന്ത് വേണം? ശ്രുത്വാ, ഈശ്വര കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇതാ സാധിക്കണം. ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം രൂപം ദൃശാം ദൃശ്യമതാം അഖിലാർത്ഥലാഭം. ഭഗവാനെ അങ്ങ് എന്തിനാ ഇത്രയും സൗന്ദര്യത്തോട് കൂടിയിട്ട് ഈ ഭൂമിയിൽ അത് അവതരിച്ചത്? അല്ലെ, ഭുവന സുന്ദര, ഇത്രയും സൗന്ദര്യത്തോടു കൂടി ഏറ്റവും വലിയതായിരിക്കുന്ന സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകള് അതിന്റെ ചെറിയ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഓരോ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകണമെന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താണ്? ഭഗവാന്റെ സൗന്ദര്യം എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ അടുത്തുനിന്ന് കിട്ടുന്നതായിരിക്കുന്ന ആനന്ദം എന്താണ്, അത് എപ്പോഴാണോ നമ്മൾ അനുഭവിക്കുന്നത് അതോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാവും ഇതുവരെയുള്ളതായിരിക്കുന്ന ജീവിതമൊക്കെ വ്യർത്ഥമായി. ഭഗവാനെ ഞാൻ അതാണ് സുഖം, അതാണ് സുഖം, അതാണ് സുഖം എന്ന് വിചാരിച്ച് ഓടിപ്പോയി. ജോലി കിട്ടിയാൽ സുഖമായി ഭഗവാന്, വിവാഹം കഴിഞ്ഞാൽ സുഖമായി ഭഗവാന്. അല്ലെ, ഇതൊക്കെയാണ് നമ്മുടെ വിചാരം. ഇതൊക്കെയാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. കല്യാണം കഴിഞ്ഞേ ഭഗവാനെ. അപ്പൊ തന്നെ ഭഗവാൻ പറയുന്ന 4 ദിവസം കഴിഞ്ഞിട്ട് പോലെ എന്തിനാ നിജീകര വെറുതെ തിരക്കൂടുന്നത്. ശ്രീകോലിനുള്ളിൽ നിന്ന് ഭഗവാൻ നമ്മളോട് എന്താ പറയുന്നുണ്ടാവും? ഇങ്ങനെ വീടുണ്ടായാലാണ് സുഖം, ജോലി കിട്ടിക്കഴിഞ്ഞാലാണ് സുഖം, സുഖം സുഖം എന്ന് നമ്മളങ്ങനെ വിചാരിച്ച് അത് കിട്ടിക്കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായി. ഇത്രയും ജോലി കിട്ടാത്ത ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, ജോലി കിട്ടിയ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും സുഖമാണോ ഇപ്പൊ എന്നുള്ളത്. അവര് പറയും വേണ്ടല്ലായിരുന്നേ ഭഗവാനെ, വേണ്ടല്ലായിരുന്നേ ഭഗവാനെ, ഇങ്ങനെ ഒരു മാനേജർ എടുത്തിരിക്കേണ്ടി വന്നില്ലേ ഭഗവാനെ.
ഓരോ ആൾക്കാർ പുഷ്പാഞ്ജലിക്കൊക്കെ ഓരോ കഷ്ണം എഴുതി കൊണ്ടുവരുന്നത് തരും. അത്ര അതിന് പിന്നാലെ എഴുതിക്കും. തിരുമേനി ഒന്ന് പ്രത്യേകമായിട്ട് അയാളൊന്ന് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട് മന്ത്രം എന്തെന്ന് തെച്ചാന്ന് ജപിച്ച് ട്രാൻസ്ഫർ ആവട്ടെ, അയാൾ ഇങ്ങനെ ഒരുത്തൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വന്നില്ലേ ഭഗവാനെ, വീട്ടിൻ്റെ അടുത്ത്. പിന്നെ സുഖം ഉണ്ടോ ചോദിച്ചാൽ ഇടയ്ക്ക് 28-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ഒക്കെ കുറേശ്ശെ കയ്യിലേക്ക് വരുമ്പോ ഒരു സുഖത്തല്ലാതെ ഒരിക്കലും ആത്യന്തികമായിരിക്കുന്ന സുഖം ഈ ലോകത്തിൽ നിന്ന് ആർക്കും ഇതാ കിട്ടണില്ല. അത് എവിടെ മാത്രമേ ഉള്ളൂ? അത് ഭഗവാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ലോകത്ത് ഞാൻ ഇങ്ങനെ ഓടിപ്പോയതൊക്കെ അതാണ് കേമം എന്ന് വിചാരിച്ചതൊക്കെ ഭഗവാനെ അത് വെറുതെ ആയി എന്നുള്ളത് അപ്പൊ മനസ്സിലാവും. ഇങ്ങനെ രുക്മിണീ ദേവി 7 ശ്ലോകങ്ങള് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ തന്നു. അങ്ങനെ ഭഗവാൻ അതൊക്കെ വായിച്ചപ്പോ രുക്മിണിക്ക് ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലായി എന്താണ്, രുക്മിണി എന്റെ സഖിയായിട്ട് തീരാൻ യോഗ്യത ഉള്ളതായിരിക്കുന്ന സ്ത്രീയാണ്. അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണീ ദേവിയുടെ കൊട്ടാരത്തിന് മുന്നിലേക്ക് എത്തിച്ചേർന്നു. രുക്മിണീ ദേവി മഹാദേവനെയും പാർവതി ദേവിയെയും വീണ്ടും നമസ്കരിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണൻ എന്റെ പതിയായിട്ട് തീരണേ. പതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാതി ഇതി പതി പറയും, രക്ഷിക്കുന്ന ആളെയാണ് പതി എന്ന് പറയും. അല്ലെ, നമ്മളൊക്കെ പല ആൾക്കാരെയും പതി എന്നൊക്കെ പറയണ്ട. ഇവർക്കൊക്കെ നമ്മളെ ആരെങ്കിലും രക്ഷിക്കാനായിട്ട് സാധിക്കുന്നു കേട്ടോ. എന്തിനെ രക്ഷിക്കണോ? എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാർ ഇവിടെ നിന്ന് പോണ്ടാട്ടോ, ഡോക്ടർ നാട്ടാൻ മതി. രക്ഷിക്കാൻ നമുക്ക് ആർക്കാൻ സാധിക്കണത്? അല്ലെ, ഒരാൾക്കും രക്ഷിക്കാൻ സാധിക്കണില്ല. ആരാ പതി? സാക്ഷാൽ ഭഗവാനാണ് പതി. ആ കൃഷ്ണൻ പതിയായിട്ട് തീരണേ എന്ന് പറഞ്ഞാൽ വീണതാ നമസ്കരിച്ചു. രുക്മിണീ ദേവി പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി വന്നതോടുകൂടിയും രുക്മിണീ ദേവിക്ക് മനസ്സിലായി, ഞാൻ കാത്തിരിക്കുന്നതായിരിക്കുന്ന കൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നത്. ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാവും ഈ സ്ത്രീകൾക്ക്. എന്താ ലക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇടത്തെ കൈ വരയ്ക്കുക, ഇടത്തെ കാതൊക്കെ രുക്മിണീ ദേവിയുടെ ഇടത്തെ കാത് വരയ്ക്കാൻ തുടങ്ങി, ഇടത്തെ കൈ വരയ്ക്കാൻ തുടങ്ങി, ഇടത്തെ കാല് വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ലക്ഷണമാണ് സ്ത്രീകൾക്ക് എന്ന് പറയും. തന്നാലെ വരയ്ക്കണം, വർപ്പിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ വർപ്പിക്കൂലേ, അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ രുക്മിണിക്ക് മനസ്സിലായി ഭഗവാൻ വന്നു എന്നുള്ളത്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് രുക്മിണീ ദേവി എത്തിച്ചേരുന്നു. ഭഗവാൻ രുക്മിണീ ദേവിയുടെ കയ്യും പിടിച്ച് തന്റെ തേരിലേക്ക് കയറ്റി തന്റെ കൊട്ടാരത്തില് കൊണ്ടുവന്ന വിധിയാമണ്ണം രുക്മിണീ ദേവിയെ വിവാഹം കഴിച്ചതായിരിക്കുന്ന ചരിത്രം ആർക്കാണോ കേൾക്കാനായിട്ട് സാധിക്കുന്നത്, രുക്മിണിമാരായിരിക്കുന്ന നമുക്കൊക്കെ പരമ ആനന്ദമായിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം